ഇന്നൊരു പക്ഷേ ശരിയായോ? റെഡി, ഓക്കെ. നമ്മൾ ഓർത്തുപോലെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത് ഒമ്പതാം അധ്യായം ആദ്യത്തെ 23 വാക്യങ്ങളാണ് നമ്മൾ പഠിക്കാനായിട്ടിടയായത്. ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ വളരെ പ്രധാനമായിട്ട് അവിടെ പഠിച്ചത്. അതിലൊന്ന് നമ്മൾ ഓർത്തതുപോലെ പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ചാണ് പഠിച്ചത്. പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ അതിൻ്റെ 4 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പഠിക്കാനായിട്ടിടയായി. 4 പ്രാർത്ഥനയുടെ അതിപ്രധാനപ്പെട്ടതായിരിക്കുന്ന ഭാഗങ്ങൾ. ഒന്ന്, ആവശ്യബോധം, അക്നോളജിങ് ദ നെസസിറ്റി. നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥിക്കാൻ ആരംഭിക്കുന്നതിന് മുമ്പ് ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് പ്രധാനപ്പെട്ട വിഷയമായിരിക്കണം. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം വെറുതെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ദൈവസന്നിധിയിൽ വന്ന് നമ്മൾ പറഞ്ഞാൽ അത് ദൈവം കേൾക്കുകയില്ല. ദൈവം നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുന്നവനാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന നമുക്ക് അതിൻ്റെ ആവശ്യബോധം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. രണ്ടാമത്, ആ പ്രാർത്ഥനയെ സംബന്ധിച്ച് നമ്മൾ തയ്യാറെടുപ്പ് വേണം. നമ്മൾ ഓർക്കുകയുണ്ടായി, നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും നമ്മൾ തയ്യാറാക്കണം. വെറുതെ നമ്മൾ ബാഹ്യമായിരിക്കുന്ന ഒരുപാട് ചിന്തകളും ഒക്കെ ആയിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനിരുന്നാൽ ഏകാഗ്രമായി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയില്ല. തയ്യാറെടുപ്പ് വളരെ ആവശ്യമാണ്. വാസ്തവത്തിൽ പല ആൾക്കാരും നമുക്കറിയാം ഉപവാസം ചെയ്യുന്നവരുണ്ട്. ഉപവാസം ചെയ്യുക എന്ന് വെച്ചാൽ ആഹാരം കഴിക്കാതിരിക്കുക എന്ന് മാത്രമല്ല, മറ്റെല്ലാ ചിന്തകളും മാറ്റിവെച്ചിട്ട് ദൈവസന്നിധിയിൽ ആഹാരത്തെക്കുറിച്ചൊക്കെ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ആഹാരം ഉണ്ടാക്കാനുള്ള പ്രയാസങ്ങൾ, അതൊക്കെ മാറ്റിവെച്ച് അല്പസമയം ദൈവസന്നിധിയിൽ ഇരിക്കുക എന്നുള്ളതാണ് ഉപവാസം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് വലിയ തയ്യാറെടുപ്പ് ആവശ്യമുണ്ട്. മൂന്നാമത് അതിപ്രധാനപ്പെട്ടതായിരിക്കും വിഷയമാണ് പാപത്തെക്കുറിച്ചുള്ള ബോധം. അത് ദൈവസന്നിധിയിൽ നാം ഏറ്റുപറയണം. ദൈവവുമായിട്ട് നമ്മൾ നിരപ്പ് പ്രാപിക്കണം. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമ്മൾ ദൈവസന്നിധി വന്നിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പാപങ്ങൾ നമ്മൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയണം. കൺഫെഷൻ, അത് നമ്മുടെ പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു ഭാഗമാണ്. നമ്മൾ സമൂഹത്തിൽ പ്രാർത്ഥിക്കുമ്പോഴല്ല, നമ്മൾ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ, സമൂഹത്തിൻ്റെ പാപങ്ങൾ, കുറവുകൾ ഒക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സഭയ്ക്ക് ആവശ്യമായിരിക്കുന്ന ആത്മീയമായിരിക്കുന്ന മൂല്യച്യുതി ഉണ്ടെങ്കിൽ അതും ഒക്കെ നമുക്ക് ഓർക്കാം. പക്ഷേ പൊതുവെ നമ്മൾ സ്വന്തമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുറവുകൾ, നമ്മൾ പ്രാർത്ഥനയ്ക്ക് വിഘാതമായിരിക്കുന്ന വിഷയങ്ങൾ നമ്മൾ പറയണം. നമ്മൾ 3 കാര്യങ്ങളാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഓർത്ത. ഒന്ന്, പ്രവാചകന്മാരുടെ വാക്ക് അവർ കേട്ടനുസരിച്ചില്ല. വാസ്തവത്തിൽ അത് എൻ്റെ നോട്ടത്തിൽ ഈ 3 കാര്യം വളരെ പ്രധാനമാണ്. എന്താ കാര്യം? നമ്മൾ ഈ പ്രസംഗം കേൾക്കുമ്പോൾ പ്രാസംഗികന്മാരെ നമ്മൾ അസസ് ചെയ്യുക. പണ്ട് കാലങ്ങളിലൊക്കെ ഈ ഉപദേശിമാർ, അവർ സാധാരണ പാവങ്ങൾ, അവർക്കധികം കാശൊന്നുമില്ലായിരുന്നു പണ്ട് കാലങ്ങളിൽ ഉപദേശിമാർ. പക്ഷേ അവരുടെ വാക്കുകൾ ദൈവജനം കേൾക്കുമായിരുന്നു. അതിൻ്റെ വലിയ അനുഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വന്നപ്പോൾ നമ്മളെല്ലാവരും, പ്രത്യേകിച്ച് എല്ലാവരും കുറേയൊക്കെ വിദ്യാഭ്യാസം ലഭിച്ച് ജീവിത നിലവാരം കൂടിയപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന ആ ആളുകളെ നമ്മൾ നോക്കിയിട്ട് നമ്മൾ അസസ് ചെയ്തിട്ടാണ് പലപ്പോഴും അവരുടെ വാക്കുകൾ കേൾക്കാനായിട്ടിടയായത്. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമി വന്നപ്പം അവർ പറഞ്ഞു, അവൻ തച്ചൻ്റെ മകനല്ലയോ എന്ന് പറഞ്ഞല്ലേ. അതിൻ്റെ അർത്ഥം എന്താ? അത് കർത്താവിനെ അവർ ബഹുമാനിക്കുകയായിരുന്നോ? അല്ല, അവനൊരു തച്ചൻ്റെ മകനല്ലേ എന്നുള്ള അർത്ഥത്തിലാണ് അവർ പറയാനിടയായത്. അപ്പോൾ ആ ആറ്റിറ്റ്യൂഡല്ല, തച്ചൻ്റെ മകനല്ലേ എന്നുള്ളതായിരിക്കുന്ന ആറ്റിറ്റ്യൂഡ് നമ്മൾ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ, ദൈവവചനം കേൾക്കുമ്പോൾ പറയുന്നവർ അവരുടെ സ്വഭാവങ്ങളും അവരുടെ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കാതെ അതിലൂടെ ദൈവം എന്താണ് നമുക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് അത് കേൾക്കാനായിട്ടിടയാവണം. രണ്ടാമത്, വചനം കേട്ടനുസരിക്കണം. അവർ വചനം കേട്ടനുസരിച്ചില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം നമ്മോട് എന്താവശ്യപ്പെടുന്നോ അത് നമ്മൾ വളരെ ഓപ്പണായിട്ട് ദൈവസന്നിധിയിൽ വായിക്കാനും അതനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കാനും ആവശ്യമുണ്ട്. മൂന്നാമതായിട്ട്, അനർത്ഥങ്ങൾ സംഭവിച്ചിട്ടും ബുദ്ധി പഠിച്ചിട്ടില്ല. ഡിഡ് നോട്ട് ലേൺ ഫ്രം ദ ഈവിൾസ് ഹാപ്പൻ ടു ദം. നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെ ജീവിതങ്ങളിൽ, നമ്മുടെ സഭകളുടെ ജീവിതങ്ങളിൽ, നാം ഇടപെടുന്നതായിരിക്കുന്ന വ്യക്തികളുടെ ജീവിതങ്ങൾ സംഭവിക്കുന്നത് അതെന്തുകൊണ്ടാണ് എന്ന് നമ്മൾ തന്നെ അസസ് ചെയ്യണം. നമ്മളെല്ലാവരും പറയുക എന്നുള്ളതല്ല, നമ്മൾ തന്നെ അസസ് ചെയ്യുക. എന്നിട്ട് ആ അസസ്മെന്റ് അനുസരിച്ച് നമ്മെ തന്നെ ക്രമീകരിക്കേണ്ട ആവശ്യമുണ്ട്.
നമ്മൾ ഓർത്തതുപോലെ എബ്രായ ലേഖനത്തിൽ നമ്മൾ കാണുന്ന സാക്ഷികളുടെ വലിയൊരു ലിസ്റ്റ് കാണുന്നുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ അവർ വിശ്വാസം കൊണ്ട് പല കാര്യങ്ങൾ നേടിയെങ്കിലും അവരുടെയൊക്കെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടായിരുന്നു. ആ കുറവുകൾ ദൈവവചനം എന്തുകൊണ്ടാണ് രേഖപ്പെടുത്തി നൽകിയിരിക്കുന്നത്? നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അത് അത് നോക്കി കണ്ട് ആ കുറവുകളെ പരിഹരിച്ച് ജീവിക്കാനായിട്ട്. അത് വളരെ പ്രധാനമാണ്. നമ്മൾ അവസാനം കണ്ടു നാലാമതായിട്ട് ദൈവസന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങൾ വളരെ കൃത്യമായിട്ട് ദൈവത്തോട് പറയണം. നമ്മുടെ എന്ത് ആവശ്യമുണ്ടെങ്കിലും നമ്മൾ ദൈവസന്നിധിയിൽ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ പറയണം. പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ 4 കാര്യങ്ങൾ നമ്മൾ വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെയാണ് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത് എന്ന് ഓർപ്പിക്കണം. നമ്മൾ സാധാരണ പ്രാർത്ഥനയെ കുറിച്ച് പറയുമ്പോൾ കർത്താവിനെ നമ്മൾ മഹത്വപ്പെടുത്തുന്നത് ഇതൊക്കെ ആവശ്യമാണ്, മറ്റ് പ്രാർത്ഥനയുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ആവശ്യം. പക്ഷെ ഈ 4 കാര്യങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് ആവശ്യബോധം, തയ്യാറെടുപ്പ്, പാപത്തെക്കുറിച്ചുള്ള ബോധം, നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ അറിയിക്കുക, ഇത് വളരെ പ്രധാനമാണ്. നമ്മൾ പിന്നെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചതായിരിക്കും 20 മുതൽ ഉള്ള വാക്യങ്ങളിൽ 9-ാം അധ്യായത്തിന് 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാണ്. ഗബ്രിയേൽ എന്ന പുരുഷൻ ഏതാണ്ട് സന്ധ്യായാഗത്തിന് നേരത്ത് വന്നു. അവിടെ നമ്മൾ കണ്ടതായിരിക്കുന്ന ഒരു കാര്യം 23-ാമത്തെ വാക്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു. നീ ഏറ്റവും പ്രിയനാകിയാൽ നിന്റെ യാചനകളുടെ ആരംഭത്തിങ്കിൽ തന്നെ കൽപ്പന പുറപ്പെട്ടു, നിന്നോട് അറിയിപ്പാൻ ഞാൻ വന്നുമിരിക്കുന്നു. അപ്പൊ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥന വാസ്തവത്തിൽ ദൈവസന്നിധിയിൽ ദൈവം അതിന് എങ്ങനെ ഉത്തരം നൽകുന്നു എന്നുള്ളതിന്റെ വേണമെങ്കിൽ 5-ാമത്തെ ഇൻഗ്രീഡിയൻ നമുക്ക് പറയാം. എന്താ അത്? ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതം എങ്ങനെയുണ്ട് എന്നുള്ളതാ, അല്ലേ? ഞാൻ ഏറ്റവും പ്രിയനാകിയാൽ, ഞാനിപ്പോ വന്ന് ദൈവസന്നിധി വന്ന് പ്രാർത്ഥിക്കാൻ നേരത്തെ കർത്താവേ കർത്താവേ എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടെ എനിക്ക് വളരെ ആത്മീയമായി നല്ല പ്രസംഗങ്ങളൊക്കെ കേട്ട് പ്രാർത്ഥിച്ചാൽ അത് മാത്രം മതിയോ? പോരാ, തീർച്ചയായിട്ടും പോരാ. നമ്മുടെ ജീവിതങ്ങളെ ദൈവസന്നിധിയിൽ ക്രമീകരിക്കണം. നമ്മൾ ആരാധനയ്ക്ക് വരുമ്പോഴും അങ്ങനെ കേട്ടോ. ആരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇവിടെ വെച്ചല്ല, ഇവിടെ നടക്കുന്നതല്ല ആരാധന. ഇവിടെ നടക്കുന്നത് ആരാധനയാവണമെങ്കിൽ നമ്മൾ ഒരാഴ്ച എങ്ങനെ ജീവിച്ചു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒരാഴ്ച നമുക്ക് ഇഷ്ടം പോലെ ജീവിച്ചിട്ട് ഇവിടെ വന്ന് നമ്മൾ ആരാധന കഴിച്ചാൽ ആ ആരാധന ദൈവം സ്വീകരിക്കുമോ? സ്വീകരിക്കത്തില്ല. അതുപോലെ തന്നെയാണ് പ്രാർത്ഥനയും. ദൈവസന്നിധി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മള് ഇവിടെ ഗബ്രിയേൽ പറയുന്ന കാര്യം എന്താ? നീ എനിക്ക് ഏറ്റവും പ്രിയനാകിയാൽ. ദൈവസന്നിധിയിൽ നമ്മൾ ദൈവത്തോട് എത്രത്തോളം അടുത്ത് നിൽക്കുന്നു അത് വളരെ പ്രധാനമാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം നമുക്ക് ആൻസർ തരും. പക്ഷേ ആ ആൻസർ ലഭിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തോട് അടുത്ത് നിൽക്കണം എന്നുള്ളത്. അപ്പം പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട പല കാര്യങ്ങൾ നമുക്ക് കഴിഞ്ഞ ചിന്തിക്കാനായിട്ടിടയായി. ഇനിയത്തെ 4 വാക്യങ്ങളാണ് നമുക്ക് ഇന്ന് തീർക്കാനായിട്ടുള്ളത്. ഇന്ന് തീർക്കാൻ എന്ന് ഞാൻ പറഞ്ഞാൽ എനിക്കറിയാം നമ്മൾ ഇന്ന് 4 വാക്യം തീർക്കത്തില്ല. അപ്പൊ ബോബൻ ബ്രദർ വിചാരിച്ചിരിക്കുന്ന 10-ാമത്തെ അധ്യായം നമുക്ക് തുടങ്ങാൻ സാധിക്കുമെന്ന. പക്ഷെ എനിക്ക് തോന്നുന്നത് നമുക്ക് ഒരുപക്ഷെ 2 അല്ലെ 3 വാക്യങ്ങളെ നമുക്ക് തീർക്കാനായിട്ട് സാധ്യമാകുകയുള്ളൂ. ഒത്തിരി വളരെ വേഗത്തിൽ പോകത്തില്ല. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കൈപൊക്കിയാൽ, ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്കത് ഒക്കെ ഡിസ്കസ് ചെയ്ത് തന്നെ പോകാം. കാര്യം പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ആ ഗ്രൂപ്പില് നമ്മൾ ഒരുപാട് വേഗത്തിൽ പോകത്തില്ല. പക്ഷെ ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന 4 വാക്യങ്ങളാണ്. വാസ്തവത്തിൽ ഏതാണ്ട് 490 വർഷത്തെ കാര്യമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് വന്നാലും ആ 490 വർഷത്തിന്റെ മധ്യേ ഈ വലിയ സഭാകാലയളവുണ്ട്. അപ്പോ ഒരു വലിയ കാലഘട്ടത്തെയാണ് ഈ 4 വാക്യത്തിൽ ഗബ്രിയേൽ ദൂതൻ പറയുന്നത്. വാസ്തവത്തിൽ ഈ 4 വാക്യങ്ങൾ എന്ന് പറയുന്നത് പ്രവചനത്തിന്റെ നട്ടെൽ അഥവാ ദി ബാക്ക് ബോൺ ഓഫ് പ്രോഫസി എന്നാണ് ഈ 4 വാക്യങ്ങളെ കുറിച്ച് പറയുക. ഈ 4 വാക്യങ്ങൾ ദി ബാക്ക് ബോൺ ഓഫ് പ്രോഫസി. ഈ 4 വാക്യങ്ങൾ ഇത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ദൈവവചനത്തിലെ പ്രവചനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന വാക്യങ്ങൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. മറ്റു വാക്യങ്ങൾ ധാരാളം ഉണ്ട് കേട്ടോ. യെശയ്യാവ് ഒക്കെ പറയുന്ന അനേക വാക്യങ്ങളുണ്ട്, വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ദൈവവചനത്തിലെ ഏറ്റവും നട്ടെല്ല്, ബാക്ക് ബോൺ എന്ന് പറയാനായിട്ട് കഴിയും. കാര്യം ഇത്ര കൃത്യമായിട്ട് ദൈവവചനത്തിൽ ഇത്ര കൃത്യമായ ഒരു പ്രോഫസി, ഈ 4 വാക്യങ്ങൾ കൊടുത്തിരിക്കുന്ന പ്രോഫസി പോലെ കൃത്യമായിരിക്കുന്ന ഒരു പ്രോഫസി വേറെ ഇല്ല എന്നുള്ളതാണ്. നമുക്ക് ഒന്ന് നോക്കാം അല്ലേ. ആദ്യം ഞാൻ 24-ാമത്തെ വാക്യം വായിക്കാം. ആരെങ്കിലും ബൈക്ക് കയ്യിലുണ്ടെങ്കിൽ കയ്യിൽ എടുക്കാമെങ്കിൽ ആർക്കെങ്കിലും വായിച്ച് സഹായിക്കാവുന്നതാണ്. പ്രയാസമല്ലേ? മൈക്കില്ല. ഓക്കെ, ദെൻ ഐ വിൽ റീഡ്. ഞാൻ വായിക്കാം. സൂമിലിരിക്കുന്നവർ കേൾക്കണമെങ്കിൽ മൈക്ക് വേണം എന്നാ പറയുന്നത്. വായിക്കാം. 24-ാമത്തെ വാക്യം ശ്രദ്ധിച്ചാട്ട്. 24-ാമത്തെ വാക്യം.
അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. ഇതാണ് ഇവിടെ 70 ആഴ്ചവട്ടം എന്നുള്ളതായിരിക്കും അതിപ്രശസ്തമായിരിക്കുന്ന ആ പ്രവചനത്തിന്റെ ആരംഭമാണ് നമ്മൾ 24-ാം വാക്യത്തിൽ കാണുന്നത്. നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ പ്രധാനമായിട്ട് ഈ ദർശനം 24 മുതലുള്ള വാക്യങ്ങൾ അത് യഹൂദനുമായിട്ടാണ് എന്നുള്ളത് നമ്മൾ വിസ്മരിച്ചുകൂടാ. യഹൂദനുമായിട്ടുള്ളതായിരിക്കുന്ന പ്രവചനമാണ് ഈ 4 വാക്യങ്ങൾ എന്നുള്ളതാണ്. ഇവിടെ നിയമിച്ചിരിക്കുന്നു എന്നുള്ള വാക്കിന്റെ അർത്ഥം വാസ്തവത്തിൽ അത് ഹീബ്രു വേർഡ് കട്ട് ഓഫ് അഥവാ ടു കട്ട് ഔട്ട്, അടർത്തി മാറ്റുക, വെട്ടിമാറ്റുക എന്നാണ് ആ വാക്കിന് നിയമിച്ചിരിക്കുന്നു. ഇവിടെ നമ്മൾ വായിക്കുന്നില്ല 24-ാം വാക്യത്തിന്റെ അവസാനം നിന്റെ ജനത്തിന് വിശ്വാസം 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ ഈ ചരിത്രത്തിന്റെ ഈ മനുഷ്യജാതിയുടെ ആ ചരിത്രത്തിൽ നിന്ന് ഈ 70 ആഴ്ചവട്ടം ദൈവം കട്ട് ഓഫ് ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുക. സെപ്പറേറ്റ്, എൻറ്റയർലി ഡിഫറെന്റ് ആക്കി മാറ്റി നിർത്തിയിരിക്കുക. അതാ അതിന്റെ അർത്ഥം. നിയമിച്ചിരിക്കുന്നു എന്ന വാക്കിന്റെ അർത്ഥം ഇറ്റ് ഈസ് കട്ട് ഔട്ട്, ഇറ്റ് ഈസ് ടേക്കൺ ഔട്ട്. അത് മാറ്റി നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ വേറൊരർത്ഥം ദൈവം ലോകകാര്യങ്ങളെ നിയന്ത്രിക്കുന്നുള്ള. അപ്പൊ ദൈവം ഈ ലോക ചരിത്രത്തിൽ നിന്ന് 70 ആഴ്ചവട്ടം അത് മാറ്റിവെച്ചിരിക്കുക. ഇറ്റ് ഈസ് കട്ട് ഔട്ട്, ടു കട്ട് ഓർ ടു അടർത്തി മാറ്റിയിരിക്കുകയാണ് എന്നർത്ഥം. നിയമിച്ചിരിക്കുന്നു എന്ന വാക്കിന്റെ അർത്ഥം. The Hebrew word for determined means to cut. Of the whole history of mankind, God has kept the 70 weeks separate. God is in control of the affairs of the world. ഇനി ഇവിടെ നമ്മൾ കാണുന്നതായിരിക്കും വേറൊരു പദപ്രയോഗമാണ് ആഴ്ചവട്ടം, അല്ലെ? വീക്സ് എന്നാണ് ഇംഗ്ലീഷിലെ വീക്സ്, 70 വീക്സ്, ആഴ്ചവട്ടം. ആഴ്ചവട്ടം എന്ന വാക്ക് വാസ്തവത്തിൽ അതിന്റെ എബ്രായ വാക്ക് 7 എന്നേ ഉള്ളൂ, 7. അപ്പം എബ്രായ വാക്ക് ആഴ്ചവട്ടം അഥവാ വീക്സ് എന്നതിന് എബ്രായ വാക്ക് 7 എന്ന, വെറും 7. അപ്പോ നമ്മൾ വാസ്തവത്തിൽ ഈ വാക്യം വായിക്കുകയാണെങ്കിൽ ഇങ്ങനെ വായിക്കണം: നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ഏഴുകൾ നിയമിച്ചിരിക്കുന്നു. 70 sevens are determined. 70 sevens എന്നാണ് വീക്ക് എന്നതിന്റെ ആ വാക്കിന്റെ അർത്ഥം. ആ വാക്കിന്റെ ശരിയായ ട്രാൻസ്ലേഷൻ സെവൻസ്. വീക്ക് എന്നാണ് നമ്മൾ വായിക്കുന്നതെങ്കിലും സെവൻസ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. സെവൻസ് എന്ന വാക്ക് ഇറ്റ് ക്യാൻ ബി ഈതർ ഡേയ്സ് ഓർ മന്ത്സ് ഓർ ഇയേഴ്സ്. ഇറ്റ് ക്യാൻ ബി ഓഫ് എനി പീരീഡ്. സെവൻസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക പീരീഡിനെ ഉദ്ദേശിച്ചല്ല. നമ്മൾ സാധാരണ വീക്ക് എന്ന് പറയുമ്പോൾ ഇറ്റ് മീൻസ് എ പീരീഡ്, അല്ലെ? ഒരു പീരീഡ്, ഒരാഴ്ച എന്ന് പറയുന്ന പീരീഡ്. പക്ഷെ ഈ സെവൻസ് എന്ന് പറയുന്ന ഒരു വീക്ക് അല്ല. ഇറ്റ് ക്യാൻ ബി വീക്സ്, ഇറ്റ് ക്യാൻ ബി മന്ത്സ്, ഇറ്റ് ക്യാൻ ബി ഇയേഴ്സ്, ഇറ്റ് ക്യാൻ ബി ഓഫ് എനിത്തിങ്. അത് ആ കോണ്ടെക്സ്റ്റുമായിട്ട് വേണം നമ്മൾ നോക്കിയിട്ട് വേണം അത് ഏതാണെന്ന് മനസ്സിലാക്കാനായിട്ട്. ഇവിടെയുള്ളതായിരിക്കുന്ന ഈ കോണ്ടെക്സ്റ്റില് ഈ അധ്യായത്തില് നമുക്കറിയാം 70 വീക്സ് 70 sevens എന്ന് പറഞ്ഞാൽ അത് വാസ്തവത്തിൽ 70 into 7 years ഇയേഴ്സ് ആയിട്ട് എടുക്കുക. അപ്പം 7 years എന്നാണ് ഈ കോണ്ടെക്സ്റ്റിൽ നമുക്ക് മനസ്സിലാകുന്നത്. വേറൊരു കോണ്ടെക്സ്റ്റിൽ ചിലപ്പോ ആഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ ദിവസങ്ങളാകാം. വേറൊരു കോണ്ടെക്സ്റ്റ് ഇറ്റ് ക്യാൻ മീൻ വീക്സ്, ഇറ്റ് ക്യാൻ മീൻ മന്ത്സ്, ഇറ്റ് ക്യാൻ മീൻ എനിത്തിങ്. പക്ഷെ ഇവിടുത്തെ കോണ്ടെക്സ്റ്റ് നമുക്കറിയാം ഇറ്റ് മീൻസ് ഇയേഴ്സ്. മനസ്സിലായല്ലോ, അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ 70 ആഴ്ചവട്ടത്തെ കുറിച്ച് പറയുന്നത് യെരൂശലേം 24-ാം വാക്യത്തിൽ നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. അപ്പൊ ലോക ചരിത്രത്തിലെ മാനവജാതിയുടെ ആകെ ചരിത്രത്തിൽ നിന്ന് 70 ആഴ്ചവട്ടം 70 into 7 എത്ര? 490, അല്ലെ? 749, 490. അപ്പൊ 490 ഇയേഴ്സ് ഈ ലോക ചരിത്രത്തിൽ നിന്നും ദൈവം കട്ട് ചെയ്ത് മാറ്റി. ഹി ഹാസ് ടേക്കൺ ഇറ്റ് സെപ്പറേറ്റ് എന്നാണ് ഈ വാക്യത്തിന്റെ അർത്ഥം. അത് ക്ലിയർ ആണല്ലോ, അല്ലെ? അത്രയും ക്ലിയർ ആണ്. ഇനി നമ്മൾ ഈ വാക്യം നോക്കിയാൽ 25-ാം വാക്യത്തിലും 27-ാം വാക്യം നമ്മൾ നോക്കിയാൽ ഈ 70 വീക്സിനെ നമുക്ക് 3ആയിട്ട് തിരിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 3ആയിട്ട് തിരിച്ചാണ് ഈ 70 വീക്സിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 25-ാം വാക്യത്തിൽ അവിടെ 7 ആഴ്ചവട്ടവും അത് നമ്മൾ അറിയാം, അല്ലെ? 7 ആഴ്ചവട്ടം
പിന്നീട് 62 ആഴ്ചവട്ടം, അങ്ങനെ 7 ആഴ്ചവട്ടം, 62 ആഴ്ചവട്ടം, പിന്നെ 27-ാം വാക്യത്തിൽ ഒരാഴ്ചവട്ടം. 27-ാം വാക്യം ആരംഭിക്കുന്ന അങ്ങനെ അവൻ ഒരാഴ്ചവട്ടത്തേക്ക്. അപ്പം 7 ആഴ്ചവട്ടം, 62 ആഴ്ചവട്ടം, അങ്ങനെ ആകെ 69 ആഴ്ചവട്ടം. അത് നമുക്ക് 25-ാം വാക്യത്തിൽ കാണാനായിട്ട് കഴിയും. 25-ാം വാക്യത്തിൽ 69 ആഴ്ചവട്ടം, 69 ആഴ്ചവട്ടത്തിൽ 483 വർഷം. അപ്പൊ 483 വർഷത്തെ ചരിത്രമാണ് വാസ്തവത്തിൽ ഈ 25-ാം അധ്യായത്തിൽ 25-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 25-ാം വാക്യത്തിൽ നമ്മൾ നോക്കിയാൽ അവിടെ കാണുന്നതായിരിക്കുന്ന ആ പ്രവചന ഭാഗം അത് 483 വർഷത്തെ പ്രവചനമാണ്. 7 വർഷം, 7 വീക്സ് or 7 sevens, that means 49 years, and then 62 sevens, that means 434 years, totaling 69 sevens, that is 483 years. പിന്നീട് 27-ാം വാക്യത്തിൽ നമുക്ക് ഒരാഴ്ചവട്ടം കാണാം. ഇതിന് മധ്യ 26-ാം വാക്യത്തിൽ അതൊരു ഇടവേളയാണ്. 69-നും 70-നും മധ്യയുള്ളതായിരിക്കുന്ന ഒരു ഇടവേള. ദാറ്റ്സ് ഇന്റർവെൽ ബിറ്റ്വീൻ 69th and 70th വീക്ക്. 69-ാം ആഴ്ചവട്ടത്തിനും 70-ാം ആഴ്ചവട്ടത്തിനും മധ്യയുള്ളതായിരിക്കുന്ന ഒരു ഇടവേളയാണ്. നമുക്ക് വേണമെങ്കിൽ സഭാ കാലഘട്ടം എന്ന് പറയാം. വാസ്തവത്തിൽ സഭ എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ ഒരു മർമ്മമാണ്. എന്ന് വെച്ചാൽ സഭയെക്കുറിച്ച് പഴയ നിയമത്തിൽ യാതൊരു പ്രതിപാദ്യവും ഇല്ല എന്നുള്ളതാ. സഭ എന്ന് പറയുന്നത്, സഭ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുണ്ട്, ഇവിടെയുമുണ്ട്. നമുക്ക് പഴയ നിയമം നോക്കിയാൽ ആകമാനം കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് കാണാൻ കഴിയല്ലേ. നമ്മൾ യെശയ്യാ പ്രവചനമൊക്കെ നോക്കിയാൽ എന്തുമാത്രം കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പം കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ സഭ എന്ന് പറയുന്നതായിരിക്കും വിഷയം, അത് പഴയ നിയമത്തിൽ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഈ കാലഘട്ടത്തെ നമുക്ക് വേണമെങ്കിൽ സഭാ കാലഘട്ടം എന്ന് പറയാനായിട്ട് കഴിയും. അത് വാക്യം 26. 27-ാമത്തെ വാക്യം നമ്മൾ ഓർത്തതുപോലെ that is the 70th week or the last 7 years. 27-ാമത്തെ വാക്യം. So നമുക്കറിയാം, so the total is now 483, that is 69 years, 69 sevens അല്ലേ. 25-ാം വാക്യത്തിൽ 7 sevens plus 62 sevens, that is 69 sevens or 483 years. അത് 25-ാം വാക്യത്തിൽ. കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ലല്ലോ. 7 ആഴ്ചവട്ടം, 62 ആഴ്ചവട്ടം, 69 ആഴ്ചവട്ടം. 69 ആഴ്ചവട്ടം എന്ന് പറയുന്നത് 69 × 7, 483 years. നമ്മൾ ലാസ്റ്റ് 27-ാമത്തെ ആഴ്ചയിൽ ദ ലാസ്റ്റ് 1 week, ദാറ്റ് മീൻസ് 70th week. സോ ടോട്ടൽ 490 years. 490 yearsന്റെ ചരിത്രമാണ് നമുക്ക് ഈ ഭാഗത്ത് കാണാനായിട്ട് കഴിയുന്നത്. ഇനി നമ്മൾ 24-ാം വാക്യത്തിലേക്ക് വരിക. യഹൂദനുള്ള ബന്ധത്തിൽ അതിപ്രധാനപ്പെട്ടതായിരിക്കുന്ന 6 കാര്യങ്ങളാണ് ഈ കാലഘട്ടത്തിൽ അവിടെ സംഭവിക്കേണ്ടത്. യഹൂദനുള്ള ബന്ധത്തിൽ നടക്കേണ്ടതായിരിക്കുന്ന അതിപ്രധാനപ്പെട്ടതായിരിക്കുന്ന 6 കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ വായിക്കുന്നു, അതിക്രമത്തെ തടസ്സം ചെയ്യുക. നമ്മൾ മലയാളത്തിൽ സാധാരണ തടസ്സം ചെയ്യുക എന്ന് പറയേണ്ടതുള്ളൂ. പക്ഷെ ഇവിടെ തടസ്സം ചെയ്യുക എന്ന് എഴുതിയ, തടസ്സം എന്ന വാക്കിന്റെ അർത്ഥം ഫിനിഷ് എന്നാ. തടസ്സം ചെയ്യുക എന്ന് വെച്ചാൽ ഹേർഡിൽ എന്നേ ഉള്ളൂ അല്ലേ. അപ്പം തടസ്സം ചെയ്യുക എന്ന് വെച്ചാൽ ഫിനിഷ് ചെയ്യുക. ടു ഫിനിഷ് ദ ട്രാൻസ്ഗ്രഷൻ എന്നാണ് അതിന്റെ ഇംഗ്ലീഷ്, ഫിനിഷ് ദ ട്രാൻസ്ഗ്രഷൻ. ഇവിടെ നമ്മൾ ട്രാൻസ്ഗ്രഷൻ എന്ന വാക്കുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് യഹൂദന്റെ അപ്പോസ്റ്റസി എന്ന് വെച്ചാൽ ദൈവത്തോട് അതിക്രമം ചെയ്യുകയാണ്. അവൻ ദൈവത്തെ ത്യജിച്ചു കളയുകയാണ്. അപ്പം യഹൂദന്റെ അപ്പോസ്റ്റസി, ദൈവത്തെ ത്യജിച്ചു കളഞ്ഞ അനുഭവം, അത് മുഖാന്തരം അവർക്ക് എന്തുണ്ടായി? അവര് പല പ്രാവശ്യം അടിമകളായിട്ട് പോകേണ്ടതായിട്ട് വന്നു അല്ലേ. യഹൂദൻ ദൈവത്തെ ത്യജിച്ചത് കൊണ്ട് അനേക പ്രാവശ്യം അവർ അടിമകളായിട്ട് പോകേണ്ടതായിട്ട് വന്നു. അപ്പോ ടു ഫിനിഷ് ദ ട്രാൻസ്ഗ്രഷൻ അഗൈൻസ്റ്റ് ഗോഡ്, ദൈവത്തോട് അതിക്രമം കാണിക്കുക, ദൈവത്തെ വേണ്ട എന്ന് പറയുക, അപ്പോസ്റ്റസി, ഇതായിരുന്നു. അതിനെല്ലാം പരിഹാരം ആണ് ഈ 69 ആഴ്ചവട്ടം കൊണ്ട്, അല്ല 70 ആഴ്ചവട്ടം കൊണ്ട് സംഭവിക്കേണ്ടത്. അതെന്താ? കർത്താവിന്റെ മധ്യാകാശ വരവോടുകൂടി, മധ്യാകാശ വരവ് എന്നുള്ളത് ശരിയല്ല, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയോടുകൂടി ആണ് ഇത് സംഭവിക്കേണ്ടത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയോടുകൂടി വേണം അത് സംഭവിക്കാനായിട്ട്. ഗ്ലോറിയസ് അപ്പിയറൻസ് ഓഫ് അവർ ലോർഡ്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയോടുകൂടി വേണം ഈ അതിക്രമത്തെ തടസ്സം ചെയ്യുക, ഓർ ഫിനിഷ് ദ ട്രാൻസ്ഗ്രഷൻ. അതിനുശേഷം യഹൂദൻ ദൈവത്തെ ഒരു നാളും അവൻ തള്ളിക്കളയുകയില്ല. കർത്താവായ യേശു ക്രിസ്തു മഹത്വ പ്രത്യക്ഷയ്ക്ക് ശേഷം യഹൂദൻ ഒരിക്കൽ ദൈവത്തെ തള്ളിക്കളയുകയില്ല.
സോ ഇറ്റ് ഷുഡ് ബി ദൈവത്തിന്റെ കർത്താവ് യേശു മഹത്വ പ്രത്യക്ഷതയോടുകൂടി വേണം അത് സംഭവിക്കാനായിട്ട്. രണ്ടാമത്തേത് പാപങ്ങളെ മുദ്രയിടുക. നമ്മൾ കണ്ടല്ലേ, അതിക്രമത്തെ തടസ്സം ചെയ്യുക, പാപങ്ങളെ മുദ്രയിടുക. ദൈവത്തോടുള്ള യഹൂദന്റെ പാപങ്ങൾക്ക് മുദ്രയിടുക എന്ന് വെച്ചാൽ എന്താ? പിന്നെ ആർക്കും ആ പാപം ചെയ്യാനായിട്ട് കഴിയത്തില്ല, അഥവാ അതിന് there is no more sin. അതെപ്പോഴാണ് സംഭവിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത അതിനോട് ചേർന്നുള്ളതായിരിക്കുന്ന 1000 ആണ്ട് വാഴ്ചയിൽ, അല്ലേ? കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ തന്റെ മഹത്വ പ്രത്യക്ഷ. പഴയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശ വരവില്ല. കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശത്ത് വരുന്നത് വിശുദ്ധന്മാരെ ചേർക്കുവാനായിട്ടാണ്. അങ്ങനെ ഒരു കാര്യം പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല, പുതിയ നിയമത്തിൽ മാത്രമേ ഉള്ളൂ. പഴയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് നമ്മൾ പഴയ നിയമത്തിൽ എവിടെയെങ്കിലും നമ്മൾ പരാമർശിച്ചാൽ അതെപ്പോഴും കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയായിരിക്കും, ദ ഗ്ലോറിയസ് അപ്പിയറൻസ്. അതെവിടെയാണ് നടക്കുന്നത്? ഈ പീഡനകാലത്തിന്റെ അവസാനം, പീഡനകാലത്തിന്റെ ആരംഭത്തിന് മുമ്പ് ആണ് മധ്യാകാശ വരവ് നടക്കേണ്ടത്. അത് നമുക്കറിയാലോ, അല്ലേ? കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശത്തിൽ വന്ന് തന്റെ ജനത്തെ ചേർക്കുന്നത് പീഡനകാലം ആരംഭിക്കുന്നതിന് മുൻപാണ്. പീഡനകാലത്തിന്റെ അവസാനത്തോടുള്ള ബന്ധത്തിലാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഗ്ലോറിയസ് അപ്പിയറൻസ്, അഥവാ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത. പഴയ നിയമത്തിൽ നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശ വരവ് ഇല്ല എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് നമുക്ക് ഒന്നും കാണാനായിട്ട് സാധിക്കത്തില്ല. അപ്പോ നമ്മൾ പഴയ നിയമത്തിൽ ഇല്ലാത്ത 2 കാര്യങ്ങൾ ഓർത്ത്. ഒന്നെന്താ? സഭ എന്ന് പറയുന്ന കാര്യം പഴയ നിയമത്തിലില്ല. അതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശ വരവ് സഭയില്ല, പിന്നെ സഭയെ ചേർക്കുന്ന കാര്യമില്ലല്ലോ, അല്ലേ? അപ്പം സഭ ഇല്ലാത്തത് കൊണ്ട് സഭയെ ചേർക്കുന്നതായിരിക്കുന്ന വിഷയം പഴയ നിയമത്തിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ 2 കാര്യങ്ങൾ. ഒന്ന്, അതിക്രമത്തെ തടസ്സം ചെയ്യുക. അത് ദൈവത്തോടുള്ളതായിരിക്കുന്ന ഇവരുടെ അപ്പോസ്റ്റസി, ദൈവത്തെ വേണ്ട എന്ന് പറയുക, ദൈവത്തോട് അതിക്രമം കാണിക്കുന്നത്, അതിന് ഒരു വിരാമം കുറിക്കുക. 2, പാപങ്ങളെ മുദ്രയിടുക. ദൈവത്തോട് ഉള്ള പാപങ്ങൾക്ക് ഒരു അവസാനം ഉണ്ടാക്കുക. ഇത് 2 സംഭവിക്കുന്ന എവിടെയാ? കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയോടുകൂടിയ ഗ്ലോറിയസ് അപ്പിയറൻസ് ഓഫ് അവർ ലോർഡ് ആണ്. മൂന്നാമത്തെ കാര്യം, അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്യുക, അല്ലെ? അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്യുക. പ്രായശ്ചിത്തം ചെയ്ത് എവിടെയാ? കർത്താവായ യേശു ക്രിസ്തു കാൽവർ ക്രൂശിൽ മരിച്ചപ്പോഴല്ലേ? കർത്താവായ യേശു ക്രിസ്തു കാൽവർ ക്രൂശിൽ മരിച്ചപ്പോഴാണ് അകൃത്യത്തിന് ഒരു പ്രായശ്ചിത്തം ഉണ്ടായതല്ലേ? Calvary is the place where iniquity is reconciled, or iniquity is cancelled. Iniquity is reconciled. To make reconciliation for iniquity. Reconciliation for iniquity is being made at Calvary. അങ്ങനെ വേണം ആ സെന്റൻസ് എഴുതാനായിട്ട്. Iniquity is reconciled എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ ശരിയാണ്, reconciliation for iniquity is being made at Calvary. അപ്പൊ കാൽവറി ക്രൂശിലാണ് കർത്താവായ യേശു ക്രിസ്തു അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്തത്. അപ്പൊ നമ്മളിവിടെ 3 കാര്യങ്ങൾ കണ്ടു. ഈ 70 ആഴ്ചവട്ടം കൊണ്ട് സാധിക്കേണ്ട 6 കാര്യങ്ങൾ, 3 കാര്യങ്ങൾ. ഒന്ന്, അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്യുക. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഗ്ലോറിയസ് അപ്പിയറൻസുള്ള ബന്ധത്തിൽ. പാപങ്ങൾക്ക് മുദ്രയിടുക. അതും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഗ്ലോറിയസ് അപ്പിയറൻസ് മഹത്വ പ്രത്യക്ഷമുള്ള ബന്ധത്തിൽ. അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്യുക എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ അവൻ പ്രായശ്ചിത്തം ചെയ്തപ്പോൾ ഹി ഹാസ് മെയ്ഡ് റെക്കൺസിലിയേഷൻ ഫോർ ഇനിക്വിറ്റി. 4, നിത്യനീതി വരുത്തുക. ടു ബ്രിങ് ഇൻ എവർലാസ്റ്റിംഗ് റൈച്ചസ്നെസ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയോടുകൂടിയാണ് ഈ ഭൂമിയിൽ നിത്യമായ നീതി വരുന്നത്. യെരമ്യാ പ്രവചനം 23-ാം അധ്യായത്തിൽ നമുക്ക് ആ വാക്യം കാണാനായിട്ട് കഴിയും. യെരമ്യാ പ്രവചനം 23-ാം അധ്യായത്തിന്റെ 5ഉം 6ഉം വാക്യങ്ങൾ ഞാൻ ഒന്ന് വായിക്കാം. യെരമ്യാ 23-5-6. ഞാൻ ദാവീദിന് നീതിയുള്ള ഒരു മുളയായവനെ ഉത്ഭവിപ്പിക്കുന്ന കാലം വരും. അവൻ രാജാവായി വാണ് ബുദ്ധിയോടെ പ്രവർത്തിച്ച് ദേശത്ത് നീതിയും ന്യായവും നടത്തും. അവന്റെ കാലത്ത് യഹൂദ രക്ഷിക്കപ്പെടും, ഇസ്രായേൽ നിർഭയമായി വസിക്കും. അവൻ യഹോവ നമ്മുടെ നീതി എന്ന് പേർ പറയും എന്ന് യഹോവയുടെ അരുളപ്പാട്. യഹോവ നമ്മുടെ നീതി എന്ന വാക്ക് നമുക്കറിയാം. ജഹോവ സദക്കിന്യു എന്നാണ് ആ വാക്ക്. ജഹോവ സദക്കിന്യു എന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒരു പേരാണ്. ജഹോവ സദക്കിന്യു, അതിന്റെ അർത്ഥം സദക്കേനു എന്നാണ് ആ വാക്ക്. അതിന്റെ അർത്ഥം യഹോവ നമ്മുടെ നീതി എന്നാണ്. യഹോവ നമ്മുടെ നീതി എന്ന് പേർ പറയും. അവന് യഹോവ നമ്മുടെ നീതി എന്ന് പേർ പറയും. കർത്താവിന്റെ ഒരു പേരാണ് ജഹോവ സദക്കനു എന്നുള്ളതായിരിക്കുന്ന പേര്. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു അവന് നിത്യനീതി അവൻ ഈ ഭൂമിയിലേക്ക് നൽകും. അതെപ്പോഴാണ് നൽകുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ
മഹത്വ പ്രത്യക്ഷമുള്ള ബന്ധത്തിൽ. അപ്പോൾ മഹത്വ പ്രത്യക്ഷമുള്ള ബന്ധത്തിൽ സംഭവിക്കുന്നതായിരിക്കും 4 കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇനി അടുത്തത് 5ാമത്തെ കാര്യം, മഹത്വ പ്രത്യക്ഷമുള്ള ബന്ധത്തിൽ നമ്മൾ 3 കാര്യം കണ്ടു. കാൽവരി ക്രൂശുള്ള ബന്ധത്തിൽ 1 കാര്യം കണ്ടു. ഇനി 5ാമത് ദർശനവും പ്രവചനവും മുദ്രയിടുവാനും, ടു സീൽ അപ്പ് ദ വിഷൻ ആൻഡ് പ്രോഫസി. അതെപ്പോഴാ സംഭവിച്ചത്? ടു സീൽ അപ്പ് ദ വിഷൻ ആൻഡ് പ്രോഫസി എപ്പോഴാ സംഭവിച്ചത്? എപ്പോഴാണ് വിഷൻ ആൻഡ് പ്രോഫസി സീലപ്പ് ചെയ്തത്? നമുക്ക് ഈ ദൈവവചനം പൂർണ്ണമായിട്ട് ലഭിച്ചപ്പോൾ അല്ലേ? വാസ്തവത്തിൽ വെളിപ്പാട് പുസ്തകം നമുക്ക് ലഭിച്ച, വെളിപ്പാട് പുസ്തകമാണ് ഏറ്റവും അവസാനം രേഖപ്പെടുത്തിയത്. അത് ലഭിച്ചതോടുകൂടി പിന്നീട് ഒരു റെവലേഷനും പ്രോഫസി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവത്തിൽ. റെവലേഷൻ, പ്രോഫസി അഥവാ വെളിപ്പാടും, റെവലേഷൻ, ഇൻസ്പിറേഷൻ എന്ന വാക്കിന്റെ മലയാളം ദൈവശ്വാസീയത എന്ന, ഇൻസ്പിറേഷൻ എന്ന വാക്കിന്റെ അർത്ഥം ദൈവശ്വാസീയത. അപ്പം വെളിപ്പാടും ദൈവശ്വാസീയതയും അത് അവസാനിച്ചത് എപ്പോഴാ? ദൈവവചനം പൂർണ്ണമായിട്ട് നമുക്ക് ലഭിച്ചപ്പോഴാ. സോ ഇൻസ്പിറേഷൻ ആൻഡ് റെവലേഷൻ, ഇൻസ്പിറേഷൻ ഫിനിഷ്ഡ് when we got the Bible in full or complete. ഇപ്പോൾ ഉള്ളത് ഇല്യൂമിനേഷൻ എന്ന് വെച്ചാൽ പ്രകാശനം. വാസ്തവത്തിൽ നമ്മൾ സാധാരണഗതിയിൽ നോക്കിയാൽ ഈ ലേഖനങ്ങളൊക്കെ വായിച്ച ലേഖനങ്ങൾ, അതിൻ്റെ അകത്ത് പുതിയ പുതിയ അറിവുകൾ നമുക്ക് സാധാരണഗതിയിൽ അധികം കിട്ടത്തില്ല. ചിലപ്പോഴൊക്കെ കിട്ടിയെന്ന് വരും, പക്ഷേ കിട്ടത്തില്ല. കാര്യം എന്താന്ന് വെച്ചാൽ അത് ഇപ്പൊ നമ്മളൊരു 200 വർഷം മുമ്പ് എഴുതിയായിരിക്കുന്ന കമന്ററി നോക്കിയാൽ, ഇന്ന് നമ്മൾ നോക്കിയാൽ ഏതാണ്ടൊക്കെ നമുക്ക് ഒരുപോലെ ആയിരിക്കും നമുക്ക് മനസ്സിലായി. ഇല്യൂമിനേഷൻ ഒരുപാട് അതിനകത്ത് കിട്ടാനില്ല. കാര്യം ലേഖനങ്ങളൊക്കെ അങ്ങനെയാണ്. പക്ഷെ പ്രവചനങ്ങൾ വ്യത്യാസമാണ്. പ്രവചനങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയ പുതിയ അറിവുകൾ നമുക്ക് ലഭിക്കുമ്പോൾ, പുതിയ പുതിയ കാര്യങ്ങൾ നാം കണ്ടുപിടിക്കുമ്പോൾ, വാസ്തവത്തിൽ ഇപ്പൊ വെളിപ്പാട് പുസ്തകം നമ്മൾ ഇന്ന് വായിക്കുന്നതും 100-150 വർഷം മുമ്പ് അല്ലെങ്കിൽ 200 വർഷം മുമ്പ് ഒരാൾ വായിക്കുന്നതും തമ്മിൽ സാരമായിരിക്കുന്ന വ്യത്യാസമുണ്ട്. ഇന്നിപ്പോ നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്കറിയാം, നമ്മൾ ഇന്ന് ജീവിക്കുന്ന സൂപ്പർസോണിക് ഒക്കെ ജെറ്റുകളുടെയും മറ്റേ അതിനെക്കാട്ടിൽ മനുഷ്യൻ ചന്ദ്രനിൽ പോകുന്ന കാലഘട്ടത്തിലും, അതുപോലെ ഇന്നത്തെ യുദ്ധമുറകൾ എന്നൊക്കെ പറയുന്നത് മൈക്രോ, വളരെ ചെറിയ ടൈനി ആയിട്ടുള്ളതായിരിക്കുന്ന ലക്ഷക്കണക്കിന് ബോംബല്ല, ചെറിയ എന്താ പറയാ, ചെറിയ പ്രാണികളെ പോലുള്ള സാധനങ്ങളെ കൊണ്ടിറക്കിയിട്ട് അത് പൊട്ടിത്തെറിക്കുക. അതിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കണക്ടിവിറ്റി ഉണ്ട്. എന്ന് വെച്ചാൽ അതിന് മനുഷ്യനെ കണ്ടാൽ മനുഷ്യനാണെന്ന് മനസ്സിലാവും, മൃഗങ്ങളെ കണ്ടാൽ മൃഗമാണെന്ന് മനസ്സിലാവും, മനുഷ്യനെ കണ്ടാൽ മനുഷ്യൻ ഏത് ജാതിയിൽപ്പെട്ടതാണ് അല്ലെങ്കിൽ ഏത് തരത്തിൽപ്പെട്ടതാണെന്നൊക്കെ അതിന് മനസ്സിലാക്കാൻ കഴിവുണ്ട്. അപ്പൊ അതിന് 1,00,000 വന്ന് ഇവിടെ ഇറങ്ങിയാൽ ഒരൊറ്റ മൃഗത്തെ കൊല്ലത്തില്ല, മനുഷ്യനെ മാത്രമേ കൊല്ലാൻ കഴിയും. അതിനെ ഏത് നശിപ്പിക്കണമെന്ന് പ്രോഗ്രാം ചെയ്തിരിക്കുന്നോ അതിനെ കണ്ടാൽ മാത്രമേ അത് വർക്ക് ചെയ്യത്തുള്ളൂ. അതാണ് ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ഡിഫൻസ് സിസ്റ്റംസ് ഒക്കെ ഇന്നത്തെ സിസ്റ്റംസ് കൊണ്ടുവരുന്നത്. അപ്പൊ ഇതൊക്കെ വാസ്തവത്തിൽ നമ്മൾ പുതിയത് മനസ്സിലായി കഴിയുമ്പോൾ വെളിപ്പാട് പുസ്തകം വായിച്ചാൽ നമുക്ക് തോന്നും, പല വെളിപ്പാട് പുസ്തകത്തിലെ വെട്ടുക്കിളി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മൾ ചിന്തിക്കും ഒരുപക്ഷെ ഇതാവാൻ സാധ്യതയുണ്ട്. കാര്യം അതിന്റെ ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടാൽ ഏതാണ്ട് ഇന്നത്തെ ഫ്ലൈറ്റിന്റെ ചിത്രങ്ങൾ പോലെയൊക്കെ നമുക്കറിയാം, ചെറുകളും ഒക്കെ ഉള്ളതായിരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഞാൻ പറയാൻ വന്നത്, ഇല്യൂമിനേഷൻ വിൽ കം. പുതിയ കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ, പണ്ട് കാലങ്ങളിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, 2000 വർഷം മുമ്പ് ഒരു പ്ലെയിനിനെ കാണിച്ചു കൊടുത്തു, യോഹന്നാനെ കാണിച്ചു കൊടുത്തു എന്ന് വിചാരിക്കുക. യോഹന്നാൻ അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും? പറ്റുമോ? നിയർലി ഇമ്പോസിബിൾ അല്ലേ? പറ്റുമോ? എനിക്കൊന്നും പറ്റത്തില്ലെന്നാ. നമുക്ക് ഇപ്പം കണ്ടു പരിചയമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഇന്നത്തെ ഇപ്പൊ എന്നോട് പറഞ്ഞാൽ ഇതിങ്ങനെ 2 ചെറുക്കെന്നൊക്കെ പറയാന്നല്ലാതെ കൃത്യമായിട്ട് പറയാൻ പ്രയാസം. അപ്പൊ യോഹന്നാൻ അതെങ്ങനെ എഴുതാൻ പ്രയാസമാണ്. അപ്പൊ ഞാൻ പറയാൻ വന്നത് എന്താന്ന് ചോദിച്ചാൽ, ദർ ഈസ് നോ മോർ റെവലേഷൻ ആൻഡ് ഇൻസ്പിറേഷൻ. പ്രവചനവും ഇല്ല, വെളിപ്പാടും ഇല്ല, അത് തീർന്നു. ദൈവശ്വാസീയത തീർന്നു. ഇനി ദൈവം ഒരു പുതിയ വചനം, പുതിയ ഒരു കാര്യം പറയുന്നില്ല. എന്നാൽ ഇല്യൂമിനേഷൻ ഉണ്ട്. ഇനി അതിന്റെ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടെ ചേർത്ത് പറയാം. എന്നറിയാമോ? ഈ സഭാ കാലയളവിൽ ഒരു പ്രവചനവും നിവൃത്തിയാകാനായിട്ടില്ല എന്നുള്ളതാണ്. പ്രവചനം എന്ന് പറയുന്നതായിരിക്കുന്ന, അഥവാ പ്രോഫസി കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചപ്പോ പ്രോഫസിക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ദർ ഇസ് നോ മോർ പ്രോഫസി ടു ബി അക്കംപ്ലിഷ്, ഓർ പ്രോഫസി ടു ഹാപ്പൻ. ഒരു പ്രോഫസി ഉണ്ടാവാനായിട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണത്തിന് ശേഷം ഒരു പ്രോഫസിയും ഇനി ചെയ്യാൻ, പ്രോഫസി പലതും നടക്കാണ്ട്, പക്ഷേ അതെല്ലാം there is a full stop for prophecy from the day Christ died on the cross. മനസ്സിലായല്ലോ അല്ലേ?
കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചതോടുകൂടി എല്ലാ പ്രവചനങ്ങളും അവസാനിച്ചു. പ്രവചനങ്ങൾ നിവൃത്തി എന്ന് പറയുന്നത് അവസാനിച്ചു എന്നുള്ളതാണ്. ഇനി അത് തുടങ്ങുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? സഭ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിയുമ്പോൾ. സഭ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ ഒരു പരമ്പര തന്നെ തുടങ്ങുക, അല്ലെ? ഒരു പരമ്പര തന്നെ നമുക്കറിയാം. പിന്നെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കണം. അപ്പൊ സഭ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നത് വരെ ഈ സഭാ കാലയളവിൽ വാസ്തവത്തിൽ ഒരു പ്രോഫസിയും ഇനി നടക്കാനായിട്ടില്ല. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തുവിന് ഏത് നിമിഷവും വരാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഇന്ന് വേണമെങ്കിലും വരാം. കാര്യം നമുക്ക് പറയാൻ ഒക്കത്തില്ല, അയ്യോ ആ പ്രോഫസി നടന്നില്ലല്ലോ, ഈ പ്രോഫസി നടന്നില്ലല്ലോ, അങ്ങനെ നടന്നില്ല. നോ, ഒരു പ്രോഫസിയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തിന്റെ സമയം തുടങ്ങി നമ്മള് സ്വർഗാരോഹണം, നമ്മൾ സ്വർഗത്തിലേക്ക് പോകുന്ന, അഥവാ നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ളതായി, കർത്താവിന്റെ മധ്യാകാശം വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു പ്രോഫസി നടക്കാനില്ല എന്നുള്ളതാണ്. അത് ഞാൻ അത് കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ വാസ്തവത്തിൽ ഇവിടെ നമ്മൾ കാണാൻ ദർശനവും പ്രവചനവും മുദ്രയിടുക എന്ന് വെച്ചാൽ അത് എപ്പോഴാ സംഭവിച്ച എപ്പോഴാ? ദർശനം പ്രവചനം മുദ്രയിട്ട എപ്പോഴാ? ഇവിടെ തന്നെ ഉണ്ടല്ലോ, അല്ലേ? when the word of God came in full എന്ന് വെച്ചാൽ നമുക്ക് ഈ ദൈവവചനം പൂർണ്ണമായിട്ട് ലഭിച്ചു കഴിഞ്ഞപ്പോൾ ദർശനവും പ്രവചനവും മുദ്രയിടുവാനായിട്ട് ഇടയായി. ഇനി ആറാമത്തേത് അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുക. വാസ്തവത്തിൽ ഇത് എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്നതിനെ കുറിച്ച് വളരെയധികം അനേകരുടെ മധ്യേ ആശയക്കുഴപ്പമുണ്ട്. കാര്യം എന്താണ് ഈ അതിപരിശുദ്ധമായതിനെ എന്നതിനെ കുറിച്ച്. ഞാനിവിടെ AC ഗബേലിയൻ എന്ന് പറയുന്നതായിരിക്കും ദേവദാസൻ. AC ഗബേലിയൻ എന്ന് പറയുന്നത് വളരെ പണ്ഡിതനായിരിക്കുന്ന ഒരു ദേവദാസനാണ്. അദ്ദേഹം നമ്മള് സ്കോഫീൽഡ് എന്നോട് ചേർന്ന് താൻ പ്രവർത്തിച്ചതായിരിക്കുന്ന ഒരു വലിയ പണ്ഡിതനാണ്. അദ്ദേഹം കമന്ററി ഒക്കെ എഴുതിയിട്ടുണ്ട്. AC ഗബേലിയൻ അദ്ദേഹം പറയുന്നത് it should mean the temple which is going to be built during the millennium. മില്ലേനിയത്തിൽ ഉള്ളതായിരിക്കുന്ന ആ ദേവാലയത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അതല്ലാതെയും അനേക വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതെന്താണെന്ന് കൃത്യം നമുക്ക് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ we can say that probably it may be the temple which will be built during the millennium period ആണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. വാസ്തവത്തിൽ ഈ ദേവാലയത്തെ കുറിച്ച് വളരെ വിശദമായി തന്നെ നമ്മൾ യെരമ്യാ പ്രവചനം 40-ാം അധ്യായം തുടങ്ങി, അതുപോലെ നമ്മളിവിടെ സെക്കരിയ പ്രവചനത്തിൽ കണ്ടു. അവിടെ കർത്താവ് താൻ തന്നെ ആ ദേവാലയം ബിൽഡ് ചെയ്യും എന്ന് സെക്കരിയ പ്രവചനത്തിലുണ്ട്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ദേവാലയമാണ്. ആ ദേവാലയം ആയിരിക്കാം ഒരുപക്ഷെ ഇവിടെ കാണുന്നത്, ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ കണ്ട കാര്യങ്ങൾ, ഈ 70 ആഴ്ചവട്ടം കൊണ്ട് സാധിക്കേണ്ടതായിരിക്കുന്ന 6 കാര്യങ്ങൾ. 1, അതിക്രമത്തെ തടസ്സം ചെയ്യുക, ടു ഫിനിഷ് ദ ട്രാൻസ്ഗ്രഷൻ. 2, പാപങ്ങളെ മുദ്രയിടുക, ടു മേക്ക് ആൻ എൻഡ് ഓഫ് സെൻസ്. ഇത് രണ്ടും സംഭവിക്കേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വപ്രത്യക്ഷത, ദ ഗ്ലോറിയസ് അപ്പിയറൻസ് ഓഫ് അവർ ലോർഡ്. 3, അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്യുക, ടു മേക്ക് റെക്കൺസിലിയേഷൻ ഫോർ ഇനിക്വിറ്റി. അതെവിടെയാ സംഭവിക്കുന്നത്? അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണത്തിൽ. 4, നിത്യനീതി വരുത്തുക, ടു ബ്രിങ് ഇൻ എവർലാസ്റ്റിംഗ് റൈച്ചസ്നെസ്. അത് സംഭവിക്കുന്നതും കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വപ്രത്യക്ഷയോടുകൂടിയാണ്. ദർശനം പ്രവചനം മുദ്രയിടുക എന്ന് പറയുന്നത് ദാറ്റ്സ് ഓൾറെഡി ഹാപ്പൻഡ്. അത് നമുക്ക് ഈ ദൈവവചനം പൂർണ്ണമായിട്ട് ലഭിച്ചു കഴിഞ്ഞപ്പോൾ ദർശനവും പ്രവചനവും മുദ്രയിട്ടു എന്നുള്ളതാണ്. അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുക, സോ ടു അനോയിന്റ് ദ മോസ്റ്റ് ഹോളി. അതും 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പ് അഥവാ 1000 ആണ്ട് വാഴ്ചയോട് ചേർന്ന് സംഭവിക്കേണ്ടതായിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 24-ാം വാക്യത്തിൽ കണ്ട 6 കാര്യങ്ങൾ: അതിക്രമത്തെ തടസ്സം ചെയ്യുക, പാപത്തെ മുദ്രയിടുക, അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്തു, നിത്യനീതി വരുത്തുക, ദർശനം പ്രവചനം മുദ്രയിടുക, അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുക. അതിന് തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു എന്ന് ഇവിടെ കാണുകയാണ്. വിശുദ്ധ നഗരം 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. ഇനി 25-ാമത്തെ വാക്യം: അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടത് എന്തെന്നാൽ, യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ ഒരു പ്രഭു വരെ 7 ആഴ്ചവട്ടം, 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീഥിയും കിടങ്ങുമായി കഷ്ടകാലങ്ങൾ തന്നെ വീണ്ടും പണിയും. അതാണ് 25-ാം വാക്യം. ഇവിടെ ഈ 70 ഏഴുകൾ എന്നാണ് തുടങ്ങുന്നത് എന്ന് ഇവിടെ രേഖപ്പെടുത്തി. എന്ന് തുടങ്ങിയാണ് ഈ 70 ഏഴുകൾ? 77, 490
ഇയേഴ്സ് എന്നാണ് തുടങ്ങുന്നത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ് എന്ന് ഇവിടെ പറയാണ്. ഇവിടെ എന്താ പറയുക? യെരൂശലേമിൽ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ, യെരൂശലേം യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അതെന്താണ് എന്ന് ദൈവവചനം നമ്മൾ നോക്കിയാൽ നമുക്ക് നെഹമ്യ പ്രവചനം 2-ാം അധ്യായം, നെഹമ്യ പ്രവചനം 2-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. നെഹമ്യ 2:1. അർത്ഥശഷ്ട രാജാവിന്റെ 20-ാം ആണ്ടിൽ നീസാൻ മാസത്തിൽ ഞാൻ ഒരിക്കൽ രാജാവിന്റെ മുമ്പാകെ ഇരുന്ന വീഞ്ഞെടുത്ത് അവന് കൊടുത്തു. ഞാൻ ഇതിനു മുമ്പേ ഒരിക്കലും അവന്റെ സന്നിധിയിൽ കുണ്ഠിതനായിരുന്നിട്ടില്ല. എന്നിട്ട് 3-ാമത്തെ വാക്യം, അപ്പോൾ ഞാൻ ഏറ്റവും ഭയപ്പെട്ട് രാജാവിനോട്, രാജാവ് ദീർഘായുസായിരിക്കട്ടെ, എന്റെ പിതാക്കന്മാരുടെ കല്ലറുകളുള്ള പട്ടണം ശൂന്യമായും അതിന്റെ വാതിൽ തീ കൊണ്ട് വെന്തും കിടക്കെ എന്റെ മുഖം വാടാതെ ഇരിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. നമുക്ക് താഴോട്ട് വായിച്ചാൽ അവിടുത്തെ പ്രധാനപ്പെട്ടതായിരിക്കും വിഷയം, നെഹമ്യാവ്, പാനപാത്രവാഹകനായിരിക്കുന്ന നെഹമ്യാവ്, അവരുടെ മുഖം വാടാൻ പാടില്ല. അവരുടെ മുഖം വാടിയാൽ അതിന്റെ അർത്ഥം എന്തോ കുഴപ്പം ഈ പാനപാത്രങ്ങൾ ഉണ്ടെന്ന് രാജാവ് ചിന്തിക്കുക. അപ്പൊ രാജാവിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ എപ്പോഴും വളരെ സന്തോഷത്തോടെ ചിരിച്ചോണ്ട് ചെല്ലാനൊക്കത്തുള്ളൂ. പക്ഷെ ഇദ്ദേഹം ആ ദിവസം വളരെ ദുഃഖിതനായിട്ടാണ് ഇരുന്നത്. രാജാവിന് പെട്ടെന്ന് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. രാജാവ് തന്നോട് ചോദിച്ചു. അപ്പൊ താൻ പറഞ്ഞു, എന്റെ പട്ടണം, എന്റെ നാട്ടിലെ പട്ടണം അത് ഇടിഞ്ഞും നശിച്ചും കിടക്കുകയാണ്. ഞാൻ എങ്ങനെ ഇവിടെ ഈ പട്ടണത്തിൽ, ഈ ടൗണിൽ, ഈ രാജ്യസന്നിധിയിൽ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നത്? എനിക്കത് അസാധ്യമാണ് എന്ന് നെഹമ്യാവ് പറയാനായിട്ട് ഇടയായി. അപ്പോ രാജാവിന്റെ കയ്യിൽ നിന്നും ഈ നെഹമ്യാവ് എഴുത്തു വാങ്ങി താൻ പട്ടണം പണിയാനായിട്ട് പോവുകയാണ്. അതാണ് നമുക്ക് ഇവിടെ കാണുന്നതായിരിക്കുന്ന ഈ 70 ആഴ്ചവട്ടത്തിന്റെ ആരംഭം. ഇവിടെ നമ്മൾ 25-ാം വാക്യത്തിൽ, അതുകൊണ്ട് നീ അറിഞ്ഞു യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത്. നെഹമ്യ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. അർത്ഥശിഷ്ട രാജാവ്, അദ്ദേഹത്തിന്റെ പേര് വാസ്തവത്തിൽ അർത്ഥശിഷ്ട ലോഞ്ചിമാനസ്, ആർട്ടക്സക്സ് ലോഞ്ചിമാനസ് എന്നാണ് ഇംഗ്ലീഷുകാർ എഴുതുന്നതാണ്. ആർട്ടക്സക്സസ് എന്ന് കേട്ടോ. അഹശ്വരേഷ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അവരുടെ കറക്റ്റ് പേര്. പ്രൊനൗൺസിയേഷൻ അങ്ങനെയാണെന്ന് തോന്നുന്നു. ഏതായാലും ആർട്ടക്സക്സസ് ലോഞ്ചിമാനസ് എന്നാണ് ആ രാജാവിന്റെ പേര്. അദ്ദേഹം ആണ് ഈ പേർഷ്യൻ കിങ് ആണ്. ഹീസ് എ പേർഷ്യൻ കിങ്. അദ്ദേഹമാണ് വാസ്തവത്തിൽ ഹീസ് എൻ ഇറാനിയൻ കിങ്. അദ്ദേഹമാണ് ഇവർക്ക് ഈ നഗരം പണിയാനായിട്ടുള്ളതായിരിക്കുന്ന കൽപ്പന കൊടുത്തത്. ഇനി ഈ കൽപ്പന കൊടുത്തത് എന്തോ അല്ല, കോരേശ് രാജാവിന്റെ കാലത്ത് കൊടുത്തത് 538 BC 538. അത് ദാനിയേൽ ഈ പ്രവചനം എഴുതുന്ന സമയത്താണ്. ആ സമയത്ത് അവര് തിരിച്ചുപോയി ദേവാലയം പണിയാ ചെയ്തത്. കോരേശ് രാജാവിന്റെ കാലത്ത് ദേവാലയം പണിയാനായിട്ടാണ് അവർ തിരിച്ചു പോയത്. ആലയം പണിയാൻ, അതാ പറയുന്നത്, ദേവാലയം പണിയാൻ. അപ്പം അവിടെ സംഭവിച്ചത് ദേവാലയം പണിയാൻ. ദാനിയേൽ പ്രവചനത്തിൽ, ദാനിയേൽ ഈ പ്രവചനം എഴുതുന്നത് BC 538. 538 അന്ന് അവര് കോരേശ് രാജാവ് പറഞ്ഞു, നിങ്ങളെല്ലാം പോയി ദാനിയേൽ ഈ യഹൂദന്മാരുടെ മാത്രമല്ല അവരുടെ രാജ്യത്തുള്ള എല്ലാവരോടും, പല രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ആൾക്കാര് അന്ന് ബാബിലോണിൽ താമസിപ്പുണ്ടായിരുന്നു. അപ്പൊ അവരോട് എല്ലാവരോടും പറഞ്ഞു, നിങ്ങളൊക്കെ പോയി നിങ്ങളുടെ ആലയം പണിതോ. എന്തിനാ? ആലയം പണിതിട്ട് നിങ്ങളുടെ ദൈവത്തോട് എനിക്ക് വേണ്ടിയൂടെ പ്രാർത്ഥന. കഴിഞ്ഞ ആഴ്ചയായിരുന്നു നമ്മളത് കേട്ടത് അല്ലേ? അത് കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടതാ. കഴിഞ്ഞ ഞായറാഴ്ച ഇത് കേട്ടതാ. എനിക്ക് വേണ്ടിയൂടെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് കോരശ് എല്ലാവരെയും വിട്ടു. കോരശ് ഈ യഹൂദനെ മാത്രമല്ല വിട്ടു കേട്ടോ, എല്ലാവരെയും വിട്ട കൂട്ടത്തിൽ യഹൂദനെയും വിട്ടു. അവനോടും പറഞ്ഞു, നീ പോയി ആലയം പണിതോളാൻ പറഞ്ഞു. അതിനുശേഷം 90 വർഷം കഴിഞ്ഞിട്ടാണ് BC 445 ഇത് കിടക്കുന്നത്. അപ്പൊ ഈ സംഭവം നടക്കുന്ന സമയത്ത് വാസ്തവത്തിൽ ഇങ്ങനൊരു കൽപ്പന വന്നിട്ടില്ല. ഇത് തന്നെ ഒരു പ്രവചനമാണ്. ഈ നമ്മൾ പറയുന്നതായിരിക്കുന്ന ഇവിടെ 25-ാം വാക്യത്തിൽ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ, ഈ ദാനിയേൽ ഇത് BC 538 എഴുതുമ്പോൾ അങ്ങനെ ഒരു കൽപ്പന പുറപ്പെട്ടിട്ടില്ല. അത് പിന്നെയും 90 വർഷം കഴിഞ്ഞിട്ടാണ് ആ കൽപ്പന പുറപ്പെടുന്നത്. അപ്പൊ അത് തന്നെ ഒരു പ്രവചനമാണ്. മനസ്സിലായി ഞാൻ പറയുന്നേ? അത് തന്നെ ഒരു പ്രവചനമാണ്. അല്ലാതെ അങ്ങനെ ഒരു പ്രവചനം ഉണ്ടായി, അങ്ങനെ ഒരു കൽപ്പന ഉണ്ടായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ, എന്നാൽ അതിന്റെ ബേസിൽ നിങ്ങൾ പൊക്കോളാൻ എന്നുള്ള അർത്ഥത്തിലൊന്നും അല്ല. ദാനിയേൽ ഇത് 100% പ്രവചനം തന്നെയാണ്. അപ്പൊ ദാനിയേൽ BC 538 ഇത് ഈ അധ്യായം എഴുതുന്നത്, അഥവാ കോരശ് രാജാവിന്റെ കൽപ്പന
പുറപ്പെടുന്നതായിരിക്കും സമയം എങ്കിൽ ദേവാലയം പണിയാനായിട്ടുള്ള കൽപ്പന പുറപ്പെടുന്നതെങ്കിൽ വീണ്ടും 90 വർഷം കഴിഞ്ഞിട്ടാണ് ഇത് BC 445 മാർച്ച് മാസം 14 തീയതി. ഈ മാർച്ച് മാസം 14 തീയതി എന്ന് നമ്മൾ പറയാൻ കാര്യം എന്താ വെച്ചാൽ, ഇവിടെ നമ്മൾ നെഹമ്യ പ്രവചനം വായിച്ചാൽ അവിടെ 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നെഹമ്യ 2:1 അർത്ഥശിഷ്ട രാജാവിന്റെ 20-ാം ആണ്ടിൽ നീസാൻ മാസത്തിൽ ഞാൻ ഒരിക്കൽ. അപ്പം ഈ ദൈവവചനത്തിൽ സാധാരണഗതിയിൽ മാസം മാത്രം പറയാം, മാസത്തിനോട് ഡേറ്റ് പറഞ്ഞെങ്കിൽ അതങ്ങനെ, മാസം മാത്രം പറഞ്ഞാൽ സാധാരണഗതിയിൽ അത് കണക്കാക്കുന്നത് ഫസ്റ്റ് ഡേ ഓഫ് ദ മന്ത് എന്നാണ് നമ്മൾ സാധാരണ കണക്കാക്കുന്നത്. അപ്പൊ നീസാൻ മാസം ആരംഭിച്ചത് വാസ്തവത്തിൽ ആ മാസം മാർച്ച് മാസം 14 തീയതി, ആ വർഷം മാർച്ച് മാസം 14 തീയതി. അപ്പൊ മാർച്ച് മാസം 14 തീയതി ആണ് നീസാൻ മാസം 1-ാം തീയതി. 1-ാം തീയതി ആണെന്ന് നമ്മൾ അങ്ങ് അസ്യൂം ചെയ്യുകയാണ്. അതങ്ങനെയാണ് എല്ലാവരും അസ്യൂം ചെയ്യുന്നത്. ഒരു പ്രത്യേക ഡേറ്റ് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ആ മാസത്തിന്റെ ആരംഭം 1-ാം തീയതി ആണ് എന്ന് അസ്യൂം ചെയ്യുക. അപ്പൊ ഇവിടെ നമുക്കറിയാം മാർച്ച് മാസം 14 തീയതി എന്ന് വെച്ചാൽ നീസാൻ മാസം 1-ാം തീയതി എന്നർത്ഥം കൽപ്പന കൊടുത്തത്. അർത്ഥശിഷ്ട ലോഞ്ചിമാനോസ് രാജാവാണ് ഈ കൽപ്പന കൊടുത്തത്. അപ്പൊ ക്ലിയർ ആണല്ലോ അല്ലേ? 70 വീക്സിന്റെ കൽപ്പന അഥവാ 70 ആഴ്ചവട്ടത്തിന്റെ കൽപ്പന ആരംഭിക്കുന്നത് യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതലാവും. യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് നെഹമ്യ പ്രവചനം 2-ാം അധ്യായത്തിൽ, അവിടെ 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ അർത്ഥശിഷ്ട രാജാവ് നെഹമ്യാവിന് കൊടുക്കുന്നതായിരിക്കും കൽപ്പനയാണ്. മനസ്സിലായല്ലോ അല്ലേ? അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു സംശയത്തിന്റെ പ്രശ്നമില്ല. അത് മാർച്ച് മാസം 14 തീയതി BC 445. ഞാനിവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ്ട് 90 വർഷം കഴിഞ്ഞിട്ടാണ് യെരുശലേം ദേവാലയം പണിയാൻ ആദ്യത്തെ ബാച്ച് പോയി. ശേഷമാണ് 90 വർഷം കഴിഞ്ഞിട്ടാണ് യെരുശലേം പണിയാനായിട്ട് കൊടുത്തത്. ഇനി 25-ാം വാക്യത്തിൽ നമുക്കറിയാം 69 ആഴ്ചവട്ടത്തെ 2ആയിട്ട് തിരിച്ചിരിക്കുക. 25-ാം വാക്യത്തിൽ 69 ആഴ്ചവട്ടം 69 വീക്സ്, അതിനെ 2ആയിട്ട് തിരിച്ചിരിക്കുക. നമ്മളിങ്ങനെ വായിക്കുന്നത്, യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ പ്രഭു വരെ 7 ആഴ്ചവട്ടം. 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങൾ തന്നെ വീണ്ടും പണിയും. 2ആയിട്ട് തിരിച്ചിരിക്കുക. 7 ആഴ്ചവട്ടവും 62 ആഴ്ചവട്ടവുമായിട്ട് 2ആയിട്ട് തിരിക്കുക. 69 വീക്സ്, 7 വീക്സ് ആൻഡ് 62 വീക്സ്, ടോട്ടൽ 69 വീക്സ്. അതിൽ 7 ആഴ്ചവട്ടം, 62 ആഴ്ചവട്ടം. അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങൾ തന്നെ പണിയും എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് മനസ്സിലാകും. അത് ആദ്യത്തെ 7 ആഴ്ചവട്ടത്തെ കുറിച്ചാണ്. എന്ന് വെച്ചാൽ 49 ഇയേഴ്സിനെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ മലയാളത്തിൽ വളരെ കൃത്യമാണ് വീതിയും കിടങ്ങുമായി എന്ന, പക്ഷെ ഇംഗ്ലീഷിൽ സ്ട്രീറ്റ് ഷാൽ ബി ബിൽറ്റ് അഗെയിൻ ആൻഡ് ദ വാൾ എന്നാണ് KJV എഴുതിയിരിക്കുന്നത്. NIV റീബിൽറ്റ് വിത്ത് സ്ട്രീറ്റ്സ് ആൻഡ് എ ട്രെഞ്ച്. ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷൻ ജെറുസലേം വിൽ ബി റീബിൽറ്റ് വിത്ത് സ്ട്രീറ്റ്സ് ആൻഡ് സ്ട്രോങ് ഡിഫൻസസ്. എന്ന് വെച്ചാൽ ഈ ആദ്യത്തെ 49 വർഷം കൊണ്ട്, എന്ന് വെച്ചാൽ ഏതാണ്ട് അപ്രോക്സിമേറ്റ് മേ ബി 49 വർഷം കൊണ്ട് സംഭവിച്ചെന്താന്ന് ചോദിച്ചാൽ, യെരുശലേം നഗരമൊക്കെ പണിതു. സാധാരണഗതി നമുക്കറിയാം, നഗരം പണിത് കഴിഞ്ഞാൽ പിന്നെ വോൾ ഉണ്ടാക്കും അല്ലേ? വോൾ ഉണ്ടാക്കും. വോളിന്റെ വെളിയിൽ എന്തുണ്ടാക്കുന്ന അറിയാം? വലിയ ട്രെഞ്ചസ് ഉണ്ടാക്കും, വലിയ കിടങ്ങുണ്ടാക്കും. സാധാരണ കിടങ്ങുണ്ടാക്കിയിട്ട് ആ കിടങ്ങിൽ കൂടെ ട്രെഞ്ചസ് എന്ന് പറഞ്ഞാൽ വലിയ വലിയ കനാൽ ഉണ്ടാക്കും, ആഴത്തിൽ കനാൽ ഉണ്ടാക്കും. എന്നിട്ട് അതിൽ വെള്ളം നിറയ്ക്കും. അതെന്തിനാന്ന് ചോദിച്ചാൽ 2 കാരണങ്ങളാണ്. ഒന്ന്, പെട്ടെന്ന് ആക്രമികൾക്ക് വന്നു കയറാനായിട്ട് പറ്റത്തില്ല, കാര്യം ഇതിനകത്ത് വെള്ളം കിടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് വരാൻ സാധിക്കത്തില്ല. 2ാമത്തെ കാര്യം എന്ന് വെച്ചാൽ വന്യമൃഗങ്ങളുടെ ശല്യം. അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ പ്രശ്നം വന്യമൃഗങ്ങളാണ്. മനുഷ്യനെക്കാട്ടി ശല്യം വന്യമൃഗങ്ങളാണ്. കാര്യം എവിടെ തിരിഞ്ഞാലും വന്യമൃഗങ്ങളേ ഉള്ളൂ അന്നത്തെ കാലഘട്ടത്തിൽ, പഴയ കാലഘട്ടത്തിൽ. കാര്യം മനുഷ്യർ കുറവാണല്ലോ, എല്ലാം വന്യമൃഗങ്ങളാണ്. അപ്പൊ വന്യമൃഗങ്ങൾ കയറാതിരിക്കണമെങ്കിൽ ഈ ട്രെഞ്ചസ് വളരെ പ്രയോജനമാണ്, ഈ കിടങ്ങുകൾ വളരെ പ്രയോജനമാണ്. അപ്പം അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങൾ തന്നെ വീണ്ടും പണിയും. എന്ന് വെച്ചാൽ ഈ യെരുശലേം നഗരവും അതിൻ്റെ ഭിത്തിയും അതിൻ്റെ വാൾസും അതിൻ്റെ ഈ കിടങ്ങുകൾ, ട്രെഞ്ചസ്, ഇതെല്ലാം ആദ്യത്തെ 7 ആഴ്ചവട്ടം അഥവാ 49 വർഷം കൊണ്ട് പണിതു എന്ന് വിചാരിക്കാനായിട്ട് സാധിക്കും. നമ്മൾ നെഹമ്യ 6:5 നെഹമ്യ പ്രവചനം 6-ാം അധ്യായത്തിന് 5-ാം വാക്യത്തിൽ അവിടെ നെഹമ്യ പ്രവചനം 6-ാം അധ്യായത്തിന് 5-ാം വാക്യത്തിൽ അവിടെ
ഇങ്ങനെ മതിൽ 52 ദിവസം കൊണ്ട് പണിതു. ഏലൂൽ മാസം 25-ാം തീയതി തീർത്തു എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഏലൂൽ മാസം 25-ാം തീയതി തീർത്തു. മതിൽ പണിയാനായിട്ട് വാസ്തവത്തിൽ 52 ദിവസം എടുത്തുള്ളൂ. മതിൽ പണിയാൻ 52 ദിവസം എടുത്തുള്ളൂ. കൃത്യമായി 52 ദിവസം. പക്ഷേ ഇവിടെ പറയുന്നത് ഏലൂൽ മാസം 25-ാം തീയതി എന്നാണ്. നമ്മൾ 2-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു നീസാൻ മാസത്തിലാണ് ഈ ഓർഡർ പുറപ്പെടുന്നത്. നീസാൻ മാസം എന്ന് പറയുന്നത് വർഷത്തിന് 1-ാമത്തെ മാസമാണ്. ഏലൂൽ എന്ന് പറയുന്നത് വർഷത്തിന്റെ 6-ാമത്തെ മാസം, അവരുടെ 6-ാമത്തെ മാസമാണ് ഏലൂൽ. അപ്പം വാസ്തവത്തിൽ പണി 52 ദിവസം നടന്നുള്ളൂ. പക്ഷേ ഈ കൽപ്പന പുറപ്പെട്ടതിന് ശേഷം 6 മാസം എടുത്തു ഈ ഭിത്തി വോളൊക്കെ പണി തീർക്കാൻ. ഏലൂൽ മാസം എന്ന് പറയുന്നത് 6-ാമത്തെ മാസമാണ് ഏലൂൽ മാസം. അപ്പൊ 6 മാസം എടുത്തു, ഈ 6 മാസം ടോട്ടൽ. പക്ഷെ അതില് പണി 52 ദിവസം കൊണ്ട് തീർത്തു എന്നുള്ളതാണ് നമുക്ക് ഈ 6-ാം അധ്യായത്തിൽ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ അപ്പോഴും ഈ സിറ്റി വോള് മാത്രം പോരാലോ അല്ലേ? പിന്നെ സിറ്റിയുടെ പണിയുണ്ട്. സിറ്റിയുടെ പണി എന്ന് വെച്ചാൽ വലിയൊരു പണിയാണ്. കാര്യം നമുക്കറിയാം 70 വർഷം ഈ സിറ്റി ഒന്നും ചെയ്തിട്ടില്ല. അതങ്ങനെ കിടക്കുകയായിരുന്നു. 70 വർഷമല്ല, 70+90 അല്ലേ? 70 years + 90 years. അപ്പൊ ദീർഘമായിരിക്കുന്ന 160 വർഷത്തോളം ഈ സിറ്റി ഇങ്ങനെ ഒരു പണി നടക്കാതെ എല്ലാം അങ്ങ് നാശമായി കിടക്കുകയായിരുന്നു. അതുകൊണ്ട് എന്തുണ്ടായി? അതുകൊണ്ട് വാസ്തവത്തിൽ ഈ സിറ്റി അങ്ങനെ നശിച്ചു കിടക്കായിരുന്നു. അതുകൊണ്ട് they took much more time, maybe 49 years അവരെടുത്ത് കാണും ഈ സിറ്റിയൊക്കെ പണിയാനായിട്ട് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ 25-ാമത്തെ വാക്യത്തിൽ അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടതെന്നാൽ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ പ്രഭു വരെ 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീഥിയും കിടങ്ങുമായി കഷ്ടകാലം തന്നെ വീണ്ടും പണിയും. വാസ്തവത്തിൽ ഇവിടെ പറയുന്ന അഭിഷിക്തനായ പ്രഭു വരെയാണ് 69 ആഴ്ചവട്ടം അല്ലേ? നമ്മളിവിടെ കാണുന്നുണ്ടല്ലേ? 25-ാം വാക്യത്തിൽ യെരൂശലേം യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ ഒരു പ്രഭു വരെ 7 ആഴ്ചവട്ടം പ്ലസ് 62 ആഴ്ചവട്ടം 69 ആഴ്ച 69 വീക്സ് എന്ന് പറയുന്നത് അഭിഷിക്തനായ പ്രഭു വരെയാണ്. മസയ ദ പ്രിൻസ്. അപ്പം മശിഹായെ കുറിച്ച് പറയുമ്പം കർത്താവായ യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരം, ജനനമോ അവന്റെ മരണമോ അല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം എന്താ? മസയ ദ പ്രിൻസ്, അഭിഷിക്തനായ പ്രഭു, കർത്താവ് രാജാവായിട്ട് വരുന്നതിനെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയ കർത്താവിന്റെ രാജ്യത്വം എന്നുള്ളതാണ്. ഇവിടെ അഭിഷിക്തനായ പ്രഭു നമ്മുടെ കർത്താവായ യേശുക്രിസ്തു താൻ തന്നെയാണ് എന്ന് നമുക്ക് യാതൊരു സംശയമില്ല. മശിഹ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു താൻ തന്നെയാണ്. So hence Messiah is considered as the prince. Hence not his birth or public ministry is in focus. Time when Christ is declared as the king. അതാണ് പ്രധാനം. Time when Christ is declared as the king. That happened when he entered into Jerusalem on a colt. സെക്കറിയ പ്രവചനം 9-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്പോ ഈ നാളുകൾ അങ്ങനെയല്ലേ? കഴിഞ്ഞ ആഴ്ച പാം സൺഡേ ആയിരുന്നു. കർത്താവായ യേശുക്രിസ്തു യെരൂശലേമിലേക്ക് പോയതിന്റെ ഓർമ്മ. അടുത്ത ആഴ്ച കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പൊക്കെയാണ് ഈ ആഴ്ച സംഭവിക്കുന്നത്. അപ്പോൾ കർത്താവായ ആ ആഴ്ചയിലാണ് നമ്മൾ ഇത് പഠിക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൊണ്ടുണ്ട്. സോ ദാറ്റ് ഹാപ്പൻ വെൻ ഹി എന്റേർഡ് ഇൻടു ജെറുസലേം ഓൺ എ കോൾട്ട്. നമുക്ക് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഓർത്താണ്. എന്നാലും സെക്കറിയ പ്രവചനം 9-ാം അധ്യായത്തിന് 9-ാം വാക്യത്തിൽ അവിടെ സെക്കറിയ 9:9 അവിടെ നമ്മൾ വായിക്കുന്നു, സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ച് ആനന്ദിക്കുക, യെരൂശലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവും നിന്റെ അടുക്കൽ വരുന്നു, അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്തും കയറി വരുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതായിരിക്കും പ്രവചനമാണ്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ സുവിശേഷങ്ങളിലും നമുക്ക് ഇത് കാണാനായിട്ട് സാധിക്കും. അപ്പോ 69 ആഴ്ചവട്ടം 69 വീക്സ് എന്നു അവസാനിക്കും. തുടങ്ങുന്നത് എപ്പോഴാ? ഇറ്റ്സ് വെരി ക്ലിയർ. 69 ആഴ്ചവട്ടം തുടങ്ങുന്നത് ഈ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അല്ലേ? പുറപ്പെടുന്ന ദിവസം മുതൽ 69 ആഴ്ചവട്ടം തുടങ്ങുന്നത്. അവസാനിക്കുന്നത് എപ്പോഴാ? 69 ആഴ്ചവട്ടം അവസാനിക്കുന്നത് ഈ അഭിഷിക്തനായിരിക്കുന്ന പ്രഭു എന്ന് വെച്ചാൽ കർത്താവായ യേശുക്രിസ്തു താൻ രാജാവായിട്ട് വരുന്ന സമയം വരെയാണ് ഇത്. രാജാവായിട്ട് മഹത്വപ്രത്യക്ഷതയല്ല, താൻ അഭിഷിക്തനായ പ്രഭു മശിഹ ആയിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വന്നത്. അത് യെരൂശലേമിലേക്ക് താൻ ഒരു കഴുതപ്പുറത്ത് കയറിയതായിരിക്കുന്ന ദിവസമാണ് എന്നുള്ളതാണ്. ഇനി ഈ 69 ഏഴുകളെ കുറിച്ച് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാലഗണിതം ഞാനിവിടെ ഒരു പടം വെച്ചിട്ടുണ്ട്. റോബർട്ട് ആൻഡേഴ്സൺ
കാണാമല്ലോ അല്ലേ? പടം കാണാം. വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിട്ടോ, എനിക്ക് വളരെ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് സർ റോബർട്ട് ആൻഡേഴ്സൺ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം വാസ്തവത്തിൽ ഹി വാസ് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് ലണ്ടൻ മെട്രോപൊളിറ്റൻ പോലീസ്. വളരെ ഉന്നതനായിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ റോബർട്ട് ആൻഡേഴ്സൺ. അദ്ദേഹം പ്ലിമത്ത് ബ്രദറൻ സഭ എന്ന് വെച്ചാൽ ബ്രദറൻ സഭയുടെ ആരംഭകാലങ്ങളിൽ ഉള്ള സഭയുമായിട്ട് ബ്രദറൻ സഭയിലെ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം വാസ്തവത്തിൽ ജയൻ ഡാർബിയാണ്. നമുക്കറിയാം, ബ്രദറൻ സഭയുടെ ആരംഭകാല പ്രവർത്തകരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ജയൻ ഡാർബിയാണ്. ജയൻ ഡാർബിയെക്കാട്ടിൽ 41 വയസ്സ് കുറവായിരുന്നു ഇദ്ദേഹത്തിനെങ്കിലും അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ളതായിരിക്കുന്ന ഒരു വലിയ വ്യക്തിയാണ് സർ റോബർട്ട് ആൻഡേഴ്സൺ, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് ലണ്ടൻ മെട്രോപൊളിറ്റൻ പോലീസ്. രാജ്ഞി അദ്ദേഹത്തെ വളരെ പ്രത്യേകമായിട്ട് KCB എന്ന് പറയുന്നതായിരിക്കുന്ന വലിയൊരു ഓണറൊക്കെ കൊടുത്ത്, സർ പദമൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ വലിയ ഉന്നതമായ രീതിയിൽ അദ്ദേഹത്തെ ബഹുമാനിച്ചതായിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹവും GB എയറി എന്ന് പറയുന്നതായിരിക്കുന്ന ബ്രിട്ടീഷ് റോയൽ ഒബ്സർവേറ്ററിയിലുള്ളതായിരിക്കുന്ന വ്യക്തി. അദ്ദേഹം ബ്രദറൻകാരനല്ല എന്നുള്ളത് ആണ് എനിക്ക് തോന്നുന്നത്. അത് ബ്രദറൻകാരനാണെന്ന് അദ്ദേഹത്തിന്റെ ബയോഗ്രഫിയൊക്കെ നോക്കിയിട്ടൊന്നും എനിക്ക് കാണാൻ സാധിച്ചില്ല. സോ ഐ തിങ്ക് ഹി ഈസ് നോട്ട് ബ്രദറൻ. പക്ഷേ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. ഒരു അസ്ട്രോണമർ എന്നറിയാം, ജ്യോതിശാസ്ത്രജ്ഞൻ. വളരെ അധികം കണ്ടുപിടുത്തങ്ങൾ ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹം കൂടെ ചേർന്നാണ് ഈ 69 ആഴ്ചവട്ടത്തെ കുറിച്ച് ഒരു കാലഗണിതം, ഒരു കാൽക്കുലേഷൻ ഈ സർ റോബർട്ട് ആൻഡേഴ്സൺ ചെയ്യാനായിട്ടിടയായി. അത് അദ്ദേഹം ദ കമ്മിങ് പ്രിൻസ് എന്ന് പറയുന്ന ഒരു പുസ്തകം 1894 നിങ്ങൾക്ക് ആർക്കും താല്പര്യമുണ്ടെങ്കിൽ ആ പുസ്തകം നമുക്ക് ആമസോൺ എന്താ പറയുക, കിൻഡിലിൽ കിട്ടും. ആർക്കും താല്പര്യമുണ്ടെങ്കിൽ വായിക്കാം. ചിലയൊക്കെ പഴയ ഇംഗ്ലീഷ് ആണെന്നുള്ളതേ ഉള്ളൂ. വി ക്യാൻ റീഡ് ഇറ്റ്. വളരെ 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 ഭംഗിയായിട്ടൊരു പുസ്തകം തന്നെ അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ആ പുസ്തകമാണ് ദ കമ്മിങ് പ്രിൻസ് എന്നുള്ളതായിരിക്കുന്ന ആ പുസ്തകം. അദ്ദേഹം ഈ കാൽക്കുലേഷൻ ചെയ്തു. ഈ കാൽക്കുലേഷൻ ചെയ്യാൻ അത്ര എളുപ്പമല്ല കേട്ടോ. എളുപ്പമല്ല എന്ന് പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പറയുന്ന പോലെയുള്ള നമ്മുടെ കൂട്ടുള്ളതായിരിക്കുന്ന ഡേ മന്ത് ഇയർ കാൽക്കുലേഷൻ അല്ല യഹൂദന്മാരുടേത്. അത് കോംപ്ലിക്കേഷനാണ്. ദിവസം വളരെ എളുപ്പമാണ്. അവർക്ക് സന്ധ്യ ആകുമ്പോൾ അടുത്ത ദിവസം ആരംഭിക്കും. നമുക്ക് രാവിലെയാ, അവർക്ക് സന്ധ്യ ആകുമ്പം അടുത്ത ദിവസം ആരംഭിക്കും. ഒരു ദിവസം രാത്രിയിൽ 4 യാമം 4 പാർട്ടായിട്ടുണ്ട്. പകലും 4 യാമമുണ്ട്, 4 പാർട്ടായിട്ടുണ്ട്. 3-ാം മണി, 6-ാം മണി, 9-ാം മണി, 12-ാം മണി, അങ്ങനെ 4 യാമം. പകലും 4 യാമം. അങ്ങനെയാണ് അവരുടെ ടൈമിംഗ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആണ്. അപ്പൊ അത് അവർക്ക് ഈ വാച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് ഏകദേശം നമ്മൾ പലയിടത്തും കണ്ടു ഏകദേശം 3-ാം മണി നേരം എന്നൊക്കെ പറയും. കാര്യം ഏകദേശം പറയാനൊക്കെ കൃത്യം 3 മണി, 6 മണി, 9 മണി അറിയാനായിട്ട് അവർക്ക് സാധ്യതയില്ല. ഒരു ഏകദേശ ധാരണ അത്രയേ ഉള്ളൂ. അത് വളരെ സിമ്പിളാ. പക്ഷെ മന്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ലൂണാർ എന്ന് വെച്ചാൽ ചന്ദ്രനുമായിട്ട് നോക്കിയിട്ട്. ചന്ദ്രനെ നോക്കിയാൽ 29.5 ദിവസമാണ് ഒരു ചന്ദ്രമാസം എന്ന് പറയുന്നത്. 29.5. ഒരു ചന്ദ്രവർഷം എന്ന് പറയുന്നത് 354 ഡേയ്സ്. നമുക്കറിയാം 365 സോളാർ ഇയർ. നമ്മൾ ഫോളോ ചെയ്യുന്ന സോളാർ കലണ്ടറാണ്. 365.25 365 ദിവസം ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അവർ ഫോളോ ചെയ്യുന്നത് 354 അപ്പൊ അവരുടെ ഒരു മാസം എന്ന് പറയുന്നത് 29 ദിവസം, 30 ദിവസം, അങ്ങനെ അവരുടെ മാസങ്ങൾ ആയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാണ് 354 ഉള്ളൂ? അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും ചോദിച്ചാല്, ഇങ്ങനെ 2-3 വർഷം കഴിയുമ്പോൾ എന്തുണ്ടാവും ചോദിച്ചാല്, യവക്കൊയ്ത്തിന്റെ സമയം ആകുമ്പോഴത്തേക്ക് യവക്കൊയ്ത്ത് ആവത്തില്ല. യവക്കൊയ്ത്ത് ചെയ്തിട്ട് വേണം പാസ് ഓവർ ഒക്കെ അവർക്ക് ആദ്യഫല കറ്റ കൊണ്ടുവരാനായിട്ട് സാധിക്കാതെ വരും. മനസ്സിലായില്ലയോ? കാര്യം 354 ദിവസമല്ലേ ഉള്ളൂ. 2-3 വർഷം കഴിയുമ്പോഴത്തേക്ക് യവക്കൊയ്ത്തിന്റെ സമയം ആവത്തില്ല. അന്നേരം അവരെന്ത് ചെയ്യുന്ന ഒരു മാസം കൂടെ കൊടുക്കും. അതിന് സെക്കൻഡ് അഡാർ എന്നാ പറയാ. സെക്കൻഡ് അഡാർ എന്ന് പറഞ്ഞാൽ അവരൊരു മാസമാണ്. ആ മാസത്തിന് സെക്കൻഡ് മന്ത് കൂടെ കൊടുക്കും. അതും അഡാർ എന്ന് തന്നെ അവർ വിളിക്കുക, സെക്കൻഡ് അഡാർ. അപ്പൊ സെക്കൻഡ് അഡാർ അഥവാ ആ വർഷം 13 മാസം ഉണ്ടാവും. അപ്പം 19 വർഷത്തിൽ 7 വർഷം അവർക്ക് 13 മാസം ഉണ്ടാവും. 19 വർഷത്തിൽ 7 വർഷം അവർക്ക് 13 മാസം ഉണ്ടാവും. അത്ര എളുപ്പമല്ലല്ലേ? അപ്പം ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. എത്ര? 490 വർഷം പുറകോട്ട് കാൽക്കുലേറ്റ് ചെയ്യണം, അഥവാ 400 അല്ലെങ്കിൽ മുമ്പോട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഈ നിസാൻ 445 BC നിന്ന് 400 ഇത്ര ദിവസം 360 ദിവസമാണ് ഒരു പ്രവാചക വർഷം എന്ന് പറയുന്നത്. 360 ദിവസം, 365 അല്ല 360.
അപ്പം അതായത് 69 വീക്സ് അഥവാ 483 പ്രവാചക വർഷം എന്ന് പറയുന്നത് 1,73,880 ദിവസമാണ്. അത് പുറകോട്ട് കാൽക്കുലേറ്റ് ചെയ്യണം അഥവാ മുമ്പോട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അദ്ദേഹം അത് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് 14 മാർച്ച് 445 BC തുടങ്ങിയിട്ട് കർത്താവായ യേശു ക്രിസ്തു യെരുശലേമിലേക്ക് കഴുതപ്പുറത്ത് വന്ന ദിവസം അതാണല്ലോ കർത്താവിനെ യഥാർത്ഥമായിട്ട് രാജാവായിട്ട് നമ്മൾ സെക്കരിയ പ്രവചന യെരുശലേം പുത്രന്മാര് രാജാവായിട്ട് അഥവാ യെരുശലേം ജനത രാജാവായിട്ട് കർത്താവിനെ അംഗീകരിച്ച ദിവസം അതാണ്. അദ്ദേഹത്തിന്റെ കണക്കിൽ അഥവാ ഈ റോബർട്ട് ആൻഡേഴ്സൺ ഇത് കൃത്യമായിട്ട് AD 32 ഏപ്രിൽ 6 തീയതിയാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചു. AD 32 ഏപ്രിൽ 6 ആണ് എന്ന് കണ്ടുപിടിച്ചു. ഇവിടെയും കോംപ്ലിക്കേഷൻ തീരുന്നില്ല കേട്ടോ, നമ്മളിവിടെ നിർത്താനേ നിർവാഹമുള്ളൂ. കാര്യം AD 32 എന്ന് പറയുന്നത് പലരും അംഗീകരിച്ചിട്ടില്ല. അംഗീകരിക്കാതിരിക്കാനുള്ള കാൽക്കുലേഷൻ വളരെ കറക്റ്റാണ്. ഇതുവരെയായിട്ടും ആരും ആ കാൽക്കുലേഷൻ മെത്തഡോളജിയോ കാൽക്കുലേഷൻ ആരും എതിർത്തിട്ടില്ല. പക്ഷേ ഈ ഡേറ്റിന്റെ അകത്തൊരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ ഈ ഡേറ്റ് ഈ ഗ്രിഗോറിയൻ കലണ്ടർ ഡയോണിസസ് എക്സിഗസ് എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു റോമൻ സന്യാസിയാണ് ഈ ഗ്രിഗോറിയൻ കലണ്ടർ രൂപകൽപ്പന ചെയ്തത്. അദ്ദേഹം രൂപകൽപ്പന ചെയ്തപ്പോൾ എന്താ പറയുക, അദ്ദേഹം ജീവിച്ചത് 6-ാം നൂറ്റാണ്ടില്ല, AD 6-ാം നൂറ്റാണ്ടില്ല. അവിടുന്ന് പുറകോട്ട് താൻ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു ദിവസം പുള്ളി കൊണ്ടുവന്ന് വെച്ചിട്ട് അതാണ് കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഡേ ഓഫ് ദ ലോർഡ് എന്ന് പറഞ്ഞു. ഇയർ ഓഫ് ദ ലോർഡ് അന്നോ ഡൊമിനി, ഇയർ ഓഫ് ദ ലോർഡ് എന്ന് പറഞ്ഞു. പക്ഷേ വാസ്തവത്തിൽ ബൈബിൾ പ്രകാരം നമ്മൾ നോക്കിയാൽ കർത്താവ് യേശു ക്രിസ്തു ജനിച്ചത് വാസ്തവത്തിൽ മിക്ക ആൾക്കാരും വിചാരിക്കുന്നത് ഇറ്റ് ക്യാൻ ബി ബിറ്റ്വീൻ AD 6 ആൻഡ് AD 4. കാര്യം AD 4-ാം വർഷം, AD അല്ല, BC 6 ഓർ BC 4. BC 4-ാം വർഷമാണ് ഹെരോദാവ് മരിക്കുന്നത്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് നമുക്ക് അറിയാവുന്ന കണക്കനുസരിച്ച് BC 4-ാം വർഷം ഹെരോദാവ് ജീവിച്ചിരിക്കുമ്പോഴാണ് കർത്താവ് ജനിച്ചത്, അല്ലേ? അപ്പൊ കർത്താവ് ജനിക്കുമ്പോൾ BC 4-ന് മുമ്പ് കർത്താവ് ജനിക്കണം എന്നുള്ളത് ആണ് പൊതുവെ നമ്മൾ അംഗീകരിച്ചിരിക്കുന്നത്. അപ്പം BC 4-ന് മുമ്പ് ബിറ്റ്വീൻ BC 6 ആൻഡ് BC 4 ആണ് കർത്താവ് ജനിച്ചത് എന്ന് ചിന്തിക്കുന്ന സാധാരണഗതിയിൽ അങ്ങനെയാണ് ചെയ്തത്. AD 1-ാം വർഷമല്ല എന്ന് ഇന്ന് പലരും വിചാരിക്കുന്നുണ്ട്. അപ്പം കർത്താവ് ജനിച്ചു എന്നതിന് സംശയമില്ല, പക്ഷെ ആ വർഷത്തിന്റെ അകത്ത് അല്പ കൺഫ്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ് കാര്യം. ഈ ഡയനിസ് എക്സിഗസ് എന്ന് പറയുന്നതായിരിക്കുന്ന വ്യക്തി അതുവരെ ഉപയോഗിച്ച ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ ഒരു കലണ്ടർ ആയിരുന്നു. ഡയോക്ലീഷ്യൻ ചക്രവർത്തിയാണ് ക്രിസ്ത്യാനികളെ അങ്ങേയറ്റം ഉപദ്രവിച്ച രാജാവ്. അതുകൊണ്ട് ഈ ഡയോനിസ് എക്സിഗസിന് വളരെ പ്രയാസം. കാര്യം ഈ ഡയോക്ലീഷ്യന്റെ കലണ്ടർ നോക്കി വേണം ഈസ്റ്റർ കണ്ടുപിടിക്കുമ്പോൾ ഞാൻ ഈസ്റ്റർ നോക്കുന്നത് ആരെയാ? ഈ സാത്താൻ രാജാവിന്റെ കലണ്ടർ നോക്കിയിട്ട് വേണം. അതിന് ഇദ്ദേഹത്തിന് പ്രയാസമായിട്ട് ഹീസ് എ റോമൻ സന്യാസിയ. സോ ഹി made this calendar. So we now believe that Christ may have born between BC 6 and BC 4 എന്നാണ് പൊതുവെ അംഗീകരിച്ചത്. നമുക്കിവിടെ നിർത്താം, നമ്മുടെ സമയം കഴിഞ്ഞു പോയല്ലോ. നമുക്ക് അടുത്ത ആഴ്ച 26, 27, 25-ാം വാക്യത്തിൽ നിന്ന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച തീർക്കാവുന്നതാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ.